ദുരുപദേശം വന്നു, അതിനോട് ഫൈറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടു, ശപിക്കപ്പെട്ടു, ഒത്തിരി ഉണ്ടായി. അയ്യോ യേശു കർത്താൻ്റെ ഇറച്ചി നിന്നുകൊണ്ട് വിളിച്ചേച്ച് പറയുന്നത് നിന്റെ തലമുറ നശിച്ചു പോകും, പുഴുക്കുവിടാന്ന് പറഞ്ഞു. നമ്മൾ സാരമില്ലെന്ന് പറഞ്ഞു. മലയാളി ഈ നോർത്തിൽ ജീവിച്ച എല്ലാ മലയാളികളും കേരള എക്സ്പ്രസിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മ വന്ന് കൽക്കരിക്കകത്തോടാ പോകുന്നത്. ഇറങ്ങി കഴിയുമ്പോൾ അത് വന്നിട്ട് ഇലക്ട്രിക്കായി എല്ലാം ആയെങ്കിലും ആ ഓർമ്മ വെച്ചിട്ടാണ് കേരള എക്സ്പ്രസ്. അപ്പോഴാണ് മനോരമയ്ക്കകത്ത് സത്യമേ ജയന്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ വിചാരിച്ചു എന്താവാ എൻ്റെ മിടുക്കാണോ? അല്ല, പിന്നെ ആരുടെയാ? ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് നോട്ട് അവർ മെറിറ്റ് ബട്ട് ഹിസ് ഗ്രേസ്. അത് ഇന്നും ഗ്രേസായിട്ട് ദൈവം ഇന്ന് വരെ തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിക്കുന്ന എൻ്റെ ജീവിത പശുവുണ്ടാകും. അപ്പോൾ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചാൽ ഒരു നന്മയ്ക്കും മുട്ട് വരത്തില്ല. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് അമേരിക്കൻ മലയാളി സമൂഹത്തിൻ്റെ മാധ്യമ കുലപതി എന്ന് വിളിക്കുവാൻ പറ്റുന്ന KM ഈപ്പൻ്റെ കൂടെയാണ്. കേരള എക്സ്പ്രസ് എന്ന പത്രം അമേരിക്കൻ മലയാളികൾക്ക് മറക്കാനാവില്ല. ഇന്നും വളരെ സജീവമായി ആ പത്രം മലയാളി സമൂഹത്തിൻ്റെ വാർത്തകൾ ഒപ്പിയെടുത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും മാത്രമല്ല ലോകത്തിൻ്റെ ചലനങ്ങളെ മുഴുവൻ ഒപ്പിയെടുക്കുന്ന ഒരു പത്രമായി മലയാളി സമൂഹത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളി സമൂഹത്തിൽ സജീവമായി ഇന്നും നിലനിൽക്കുന്ന പത്രമാണ്. മലയാളി കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഒരു മലയാളത്തിലുള്ള ഒരു പത്രം അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കഥ, അല്ലെങ്കിൽ ആ കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ കഥ, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ പത്രപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി അത് വിജയമാക്കി മാറ്റിയ അസാധാരണ പ്രതിഭയുടെ മുൻപിലാണ് ഇന്നിരിക്കുന്നത്. അദ്ദേഹം പിന്നിട്ട വഴികളെക്കുറിച്ച്, എങ്ങനെയാണ് അദ്ദേഹം ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നത്, അതിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എങ്ങനെ ഇത് വിജയിപ്പിച്ചു, ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് ചോദിക്കുവാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഷിക്കാഗോയിലെ മാധ്യമപ്രവർത്തകരിൽ പ്രമുഖനായ കുര്യൻ ഫിലിപ്പ് കോട്ടയവും നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ ഈപ്പച്ചായൻ്റെ ജീവിതത്തോട്, മാധ്യമപ്രവർത്തനത്തോട് ചേർന്ന് ദീർഘകാലം സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്നേക്കാൾ കൂടുതലായിട്ട് ഈപ്പച്ചായനെ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതുമായിട്ടുള്ള ആളാണ് കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ തുടങ്ങാം. സ്വാഗതം ഹാലലിയയുടെ. ഓക്കെ, ഈപ്പച്ചാനെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്ന് ഇവിടെ വന്നൊരു മാധ്യമം സ്ഥാപിച്ച്, പ്രസിദ്ധീകരണം സ്ഥാപിച്ചു. അതിൽ നിന്ന് പിന്നീട് അതൊരു വലിയ മഹാപ്രസ്ഥാനമായിട്ടൊരു വലിയ പ്രിൻറ്റിങ് രംഗത്തുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് അതിനെ വളർത്തിയെടുത്തു എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അപ്പം ആ കഥ തുടങ്ങുന്നത് മാവേലിക്കരയിൽ നിന്നാണ്, അല്ലേ? സ്വദേശം മാവേലിക്കര, ഓണാട്ടുകര എന്ന് അറിയപ്പെടുന്ന അനുഗ്രഹീതമായൊരു സ്ഥലമാണ് മാവേലിക്കര. അപ്പം പറഞ്ഞേ, പശ്ചാത്തലം എന്തോ? എൻ്റെ പശ്ചാത്തലം, നാട്ടിൽ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ വിശാഖപട്ടണത്തിലോട്ട് പോകുന്നു. അതിന് മുമ്പ് 1-2 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഷോർട്ട് കട്ടിൽ പറയാം. അവിടെ ഞാൻ റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനാകാൻ വേണ്ടി, കാരണം എൻ്റെ അങ്കിൾ, അമ്മയുടെ സഹോദരൻ, മൂത്ത സഹോദരന് അവിടെ റെയിൽവേയിലൊരു ജോലി സമ്പാദിക്കുവാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാദൃശ്യമായിട്ട് ഞാൻ വിശാഖപട്ടണം സിറ്റിയിലോട്ട് പോവുകയും അവിടെ വെച്ച് ഒരു വട്ടീസ്കാരുടെ ഒരു റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ വാതിൽക്കൽ കൂടെ നടന്നു പോയപ്പോൾ ഒരു ചാറ്റമഴയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ കുട കരുതാഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അവിടോട്ട് കയറി നിന്നു. പണ്ട് പറയാറുണ്ട്, ഈ സ്കൂളിന്റെ വരാന്ത എക്സാക്ട്ലി ഞാനത് പറയുമ്പോൾ ഓർത്തു. ആ വരാന്തയിലോട്ട് ചാരി, അപ്പോൾ മേളിലോട്ട് പോകുന്ന സ്റ്റെയർ കേസ് പുറത്തു നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്. ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഒതുങ്ങി നിന്നു. അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുമ്പോൾ നല്ല
പ്രഗത്ഭനായ ഒരു മനുഷ്യൻ, കാഴ്ചയിൽ തന്നെ അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ, ആ മലയാളിയാണോ? ആണോ? ഇത് ഈ ആഴ്ചത്തെ മാസികയാണോ എന്ന് ചോദിച്ചു. മനോരമ മാഗസിൻ വീക്കിലി എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തായിരുന്നു ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെച്ചിരുന്നത്. ഞാൻ എനിക്ക് എവിടെ പോയാലും അത് ഞാൻ സൂക്ഷിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ ആഴ്ചത്തെയാണ്. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഉടനെ തന്നെ നോക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ അതോടങ്ങ് കൊടുത്തു. സർട്ടിഫിക്കറ്റ് ഞാൻ പരിസരം മറന്നുപോയി. ഒന്ന് ചാറ്റമഴ, രണ്ടാമതൊരു വലിയ മനുഷ്യൻ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി കണ്ടാൽ തന്നെ അറിയാം ഈ സംതിങ്. ഓക്കെ, പുള്ളിക്കാരനങ്ങ് മേളോട്ട് കയറിപ്പോയി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന്. മഴയും പോയി, എല്ലാം പോയി. എനിക്ക് പോവുകയും വേണം. എൻ്റെ അങ്കിൾ അന്വേഷിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് വെക്കും. ആന്ധ്രാപ്രദേശാണ്, വിശാഖപട്ടണം. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു. വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പം ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പോകാനൊക്കെ എനിക്ക് ഞാൻ ഉടനെ തന്നെ പുള്ളിക്കാരനെ അതിനകത്ത് ഇച്ചിരി പൈസയും ഉണ്ട്, സർട്ടിഫിക്കറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. പുള്ളിക്കാരൻ താഴോട്ട് ഇറങ്ങി വന്ന്, ആ പട്ടാളത്തിൽ ചേരാൻ വന്നതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് പറഞ്ഞു. ബാ എന്ന് പറയുന്നത് അകത്തോട്ടങ്ങ് കൊണ്ടുപോയി. അപ്പോൾ അന്ന് അവിടെ റിക്രൂട്ട്മെൻ്റ് ഇല്ല. അന്ന് അവിടെ മെഡിക്കൽ കഴിഞ്ഞിട്ട് പോകാനുള്ളവരെ ട്രെയിനിൽ വിടാനുള്ള വൗച്ചർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നെ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു പിയുണ്ടയിൽ കൊടുത്തിട്ട് പറഞ്ഞു എല്ലാം നോക്കാൻ പറഞ്ഞു, ഐറ്റും വെയിറ്റും ഒക്കെ. അപ്പോൾ റിക്രൂട്ടിംഗ് ഓഫീസറുടെ സ്വന്തം ആളായിരിക്കുമല്ലോ എന്ന് കണ്ട് എന്നോടെല്ലാം ചോദിച്ചു. പെട്ടെന്നെല്ലാം എഴുതി. കാരണം അവിടെ ഷോർട്ട് ടൈമാണ്. തലേ ആഴ്ചയിൽ റിക്രൂട്ട് ചെയ്തവരെ മൊത്തം വൈകിട്ട് ട്രെയിനിൽ വിടേണ്ടതാണ്. ആ സമയം നോക്കിയിട്ടാണ് അതിനകത്ത് അവരെല്ലാം എഴുതിച്ച് അവർ നേരെ ഡോക്ടറെ അടുക്കളോട്ടം കൊണ്ടുപോയി. ഇത് റിക്രൂട്ടിംഗ് ഓഫീസർ അതായത് ബാബു ഗാരു അവർ വലിയ ബഹുമാനമായിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കി. പണ്ട് ഞാൻ ഇതിന് പോകുമ്പോൾ വെയിറ്റ് ഇല്ല, ഒന്നുമില്ല, പിന്നെ പഴവും വെള്ളവും ഒക്കെ കുടിച്ച് നോക്കിയിട്ടുണ്ട്. ഇതൊന്നും നടന്നിട്ടില്ല. ഇവിടെ എന്നോട് ഒന്നും ചോദിച്ചില്ല. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ അൺഫിറ്റായിട്ട് കയറിയാണ്. ഞാൻ നല്ല ഫിറ്റായിട്ട് തന്നെ ആയിരുന്നു. ഒടുവിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പുള്ളി എല്ലാം സൈൻ ചെയ്തിട്ട് താഴെ വന്നിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും EME ക്ലാർക്കായിട്ട് ഞാനും ബാക്കിയുള്ളവരെ മെക്കാനിക്കും അവിടുത്തെ ഓരോ കീഴ് ജോലിക്കാരായിട്ട് അവരെ എല്ലാം സെലക്ട് ചെയ്ത് 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്കവിടെ നിന്നപ്പോൾ ഒരു തോന്നലടാ, എൻ്റെ അമ്മാച്ചൻ്റെ ഫ്രണ്ട് റെയിൽവേയിലെ ഒരു പോലീസ്, RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സസ്, പുള്ളിക്കാരൻ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ജോലിയുടെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നല്ലൊരു പോസ്റ്റ് ഇവിടെ ഉണ്ടാക്കണം. പുള്ളി റെയിൽവേ ഇവിടെ എഞ്ചിനീയറാണ്, ദന്തകാരനെ പ്രോജക്റ്റിലെ എഞ്ചിനീയറാണ് എൻ്റെ അങ്കിള്. ഈ പുള്ളി RPFലെ ഒരു റാങ്ക് ഹോൾഡറാണ്. അഡ്വഞ്ചർ ഇഷ്ടമാണോ? എന്നാൽ നിങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആയാലോ? ഓസ്ട്രേലിയയിലെ വൈബ്രന്റ് സിറ്റീസ്, വേൾഡ് ഫേമസ് സിഡ്നി ഒപ്പേര ഹൗസ്, ഗോൾഡ് കോസ്റ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നിവയുടെ മനോഹാരിതയും, ന്യൂസിലാൻഡിലെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്, മിൽഫോർഡ് സൗണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ലേക്സ്, ബ്രീത്ത് ടേക്കിംഗ് ലാൻഡ്സ്കേപ്സ് എന്നിവയും ഒരേ ഒരു യാത്രയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഓരോ ഡെസ്റ്റിനേഷനും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം. ഷൈലോ ട്രാവലിനൊപ്പം ഫ്ലൈറ്റ്സ്, ഹോട്ടൽസ്, ഗൈഡഡ് സൈറ്റ് സീയിങ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പീരിയൻസ് ടൂർ മാനേജേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സീംലെസ് ട്രാവൽ എക്സ്പീരിയൻസ്. ഇന്ന് തന്നെ www.shiloholidays.com വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ടൂർ ബുക്ക് ചെയ്യൂ. മിലിറ്ററിയിൽ നിന്ന് വന്നിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ ഇപ്പോഴത്തെ റൂമിൽ കിടന്നുകൊണ്ട് ഞാൻ കേൾക്കുക ഇവരെന്നെ പറ്റി എന്തോ പറയുന്നതെന്ന്. അപ്പോൾ പറഞ്ഞാൽ അവന് മിലിറ്ററി പോകണമെന്നാണ് താല്പര്യമെന്ന് പറഞ്ഞു. അല്ല, അതിന് കുഴപ്പമില്ലല്ലോ, ഞാനും മിലിറ്ററിയിലായിരുന്നില്ല, പിന്നെ സിവിലിൽ വന്നാലും ജോലി കിട്ടും, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതിൻ്റെ ഇടയിൽ പറയും മിലിറ്ററിയിൽ ഏറ്റവും ബെറ്റർ മിലിറ്ററി ഹോസ്പിറ്റലാണ്. അവിടെ നേഴ്സായിട്ട് കയറിയാൽ വൈറ്റ് ഡ്രസ്സാണ്, മറ്റ് യാതൊന്നുമില്ല. ഒരു ട്രെയിനിങ് ഉണ്ട്, അതും വളരെ ലൈറ്റാണ്.
അപ്പോൾ അങ്കിളിന് ആ ഒരു പ്രശ്നം കൊണ്ടായി പട്ടാളത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു അന്നത്തെ കാലത്ത് വെടിവെക്കുന്ന കാര്യമൊക്കെ അന്നത്തെ കാലത്ത് ആ ബൂട്ടിട്ട് അടിച്ച് പോകുന്നതും അതിലേ ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇച്ചിരി പ്രയാസമുണ്ട്. അന്നേരം എനിക്കിതൊന്നും അറിയത്തില്ല. ഐ വാണ്ട് എ ജാബ്. അത് മിലിറ്ററി കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇത് പറഞ്ഞപ്പോൾ അത് എൻ്റെ മൈൻഡിൽ കിടന്നു. അപ്പം ഞാൻ ആ ക്ലർക്കിനോട് പറഞ്ഞ റിക്രൂട്ടിംഗ് ഓഫീസർ കൊണ്ടൊക്കെ ക്ലർക്കിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഈ ക്ലർക്കായിട്ട് പോകാൻ പ്രയാസമാണ്. അതെന്താ? ഒന്ന് എൻ്റെ ഹാൻഡ് റൈറ്റിങ് ശരിയല്ല, പിന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞാൻ ക്ലർക്കല്ലയോ മറ്റേതാണെന്ന് പറഞ്ഞു. പുള്ളി അവിടുത്തെ ഹെഡ് ക്ലർക്കാണ്. അപ്പം പുള്ളിക്ക് അതൊരു ഇത് വന്നു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, താല്പര്യക്കുറവുണ്ട്. ആ സെക്കൻഡിൽ ഇതെല്ലാം ഒരു നിമിത്തമാണ്. പുള്ളിക്കാരൻ താഴോട്ട് ഇറങ്ങി വന്നു. എന്തു പറ്റി തെലുങ്കിലാണ് ചോദിച്ചത്. അപ്പം എന്നതാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു എന്ത് അത് AMC വേണമെന്ന് പറഞ്ഞു. AMCയിൽ ഓപ്പണിംഗ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉണ്ട്. നേഴ്സായിട്ടും ഉണ്ട്, നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, കുക്കുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആംബുലൻസ് അസിസ്റ്റൻ്റ്, അതായത് നമ്മുടെ ഈ എമർജൻസി ആയിട്ട് ഇതേ പോകത്തില്ലയോ, അങ്ങനെ ഈ പോസ്റ്റുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം റിവേഴ്സ് ചെയ്തിട്ട് എന്നെ അതിൻ്റെ ലീഡറാക്കി എൻ്റെ അണ്ടറിലാക്കി തന്നേച്ച് ഇവർ മൊത്തം ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വരും. അന്നത്തെ 4 മണിക്കോ 4:30 കണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ റിക്രൂട്ടിങ് ഓർഡർ തന്നു. എൻ്റെ ഓർഡർ തന്നു. ബാക്കി പാസും എല്ലാം റെഡി. ഞാൻ എന്നെ വലിയ കാര്യമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ കസേര കിടക്കുക. പുള്ളി അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പുള്ളിക്കാരൻ ചോദിച്ചു, നീ എവിടെയായിരുന്നടാ? ചെറുക്കാന്നാ എന്നെ വിളിക്കുന്നത്. വലിയ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് റിക്രൂട്ടിംഗ് ഓഫീസിലൊന്ന് കയറി. എന്നിട്ട് ഞാൻ പറഞ്ഞു റിക്രൂട്ടായി. എന്നിട്ട് നിന്നോട് ആര് പറഞ്ഞു പട്ടാളന്ന്? ഞാൻ എഴുതുകളടാ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാവരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വരും. അവിടുത്തെ ഓഫീസറും ഈ റിക്രൂട്ടായവരും അവർ പറയുന്നത് ഞാനായി ഇവരുടെ ഇൻചാർജ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് ദേഷ്യമായിട്ട് അവിടെ ഇരുന്ന് ഇരിക്കുമ്പോൾ നിമിത്തത്തിന് അതേ RPF കാരനോടെ കയറി വന്നു. മാത്യൂസ് എന്തോ നിങ്ങളിരുന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ പോലെ തന്നെ ചാടി കയറി പോയിട്ട് പട്ടാളത്തിൽ ചേർന്നു. അതിവിടെ അത് തോമസ് ഊട്ടി പറഞ്ഞതുപോലെ തന്നെ നേഴ്സായിട്ട് വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും യൂണിഫോം വേണ്ട. ബിക്കോസ് ഈ വാസ് ഈ നോ എവറിത്തിങ്. അപ്പോൾ നമ്മളാണ് അവരെയൊക്കെ എല്ലാം മെഡിക്കൽ കവറേജ് ചെയ്യുന്നതും. നമ്മളെ സാറേ ഡോക്ടറെന്നായി ഇവരൊക്കെ വിളിക്കുന്നത്. അവസാനം ഡോക്ടറായി, അതും ദൈവം ആക്കി. ഒടുവിൽ പുള്ളിക്കാരൻ പറഞ്ഞു, മാത്യു മുഖത്ത് വന്ന മഹാലക്ഷ്മി തൂത്ത് കളയണ്ട, നല്ല ഭാവിയാണ്, അതുകൊണ്ട് വിഷമിക്കരുതെന്ന് പറഞ്ഞു. നിനക്കിഷ്ടമാണെടാ ആന്നു. ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മ ഇത് കേൾക്കണം, നിൻ്റെ അപ്പൻ ഇത് കേൾക്കണം, എനിക്കത് പിന്നെ സമാധാനം. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഈ സാറ് പറഞ്ഞു കേട്ടില്ലയോ എന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടെ കൊണ്ടുവിട്ടു. ഇവർ രണ്ടുപേരും കൂടെ എന്നെയും കൊണ്ട് പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷൻ വലിയ ദൂരമൊന്നുമില്ല. വന്നപ്പോഴേ അങ്ങ് ഭയങ്കര റഷായി. എൻ്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത വിഷയമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഈ തെലുങ്കൊരു മൊത്തം ഇട്ടിച്ച് കയറുക, തലയൊക്കെ ഈ കൃഷി ചെയ്തതെല്ലാം ചുമന്ന് ചാണകം വരെ കൊണ്ടുവരും. ഇതിൻ്റെ ഇടയിലാണ് അവരെല്ലാം വന്നു, ഓഫീസേഴ്സ് വന്നു, പ്യൂണ് വന്നു, ഞങ്ങളെ കയറ്റി എല്ലാം ഇരുത്തി വിടണം. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെയായിട്ട് ഇവരെ എല്ലാം കൊണ്ടുവന്നു. അവരെല്ലാം പേര് പറഞ്ഞ് ഒടുവില്ലാതെ കംപ്ലീറ്റ് ഒരു ചാർട്ട് എൻ്റെ കയ്യിൽ തന്നു. യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ, യു ടേക്ക് ദിസ് ആൻഡ് വെൻ യു ഗോ ടു ലക്നൗ ഹാൻഡ് ഓവർ. അപ്പോൾ എനിക്ക് ശകലം ഹിന്ദി അറിയാം, ഇച്ചിരി തെലുങ്ക് അറിയാം, ഇച്ചിരി ഇംഗ്ലീഷും അറിയാം, ഏറെ മലയാളവും അറിയാം. അങ്ങനായി ഹിന്ദി ഞാൻ അവിടെ നാട്ടിൽ പഠിച്ചതാണ്, ഇച്ചിരി പ്രൈവറ്റായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറാൻ നിൽക്കുമ്പോൾ പുള്ളിക്കാരനങ്ങ് ഫെഡപ്പായി. ഈ RPFലെ പോലീസ് ഓഫീസറെ പുള്ളിക്കാരനും ഫെഡപ്പായി. സീറ്റ് ഒരിടത്തോട്ട് കയറാനൊക്കത്തില്ല. അന്നേരം ആ ട്രെയിനിങ്ങോട്ട് വരുമ്പോൾ ഒരു TTR ഇറങ്ങിച്ച്
ഹലോ കുര്യൻ മാത്യു, നീ എന്തുവാ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അവിടുത്തെ മെയിൻ TTR-ആയിട്ട് ഇങ്ങോട്ട് വരിക ആ ട്രെയിനിൽ. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞ്, ഇതെൻ്റെ അനന്തരവനാണ്, അവൻ്റെ കൂടെ ഇത്രയും പേരുണ്ട്, ഇവരെല്ലാം ലക്നൌവിന് പോകാനാണ്, ഇതിനകത്ത് അങ്ങ് സ്ഥലവും ഇല്ലൊന്നുമില്ല. ഓ ദാറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നേച്ചൊരു അപ്പാർട്ട്മെൻറ്റ്, നല്ല പ്രവൃത്തിയൊന്നും അല്ല, ഒരു കമ്പാർട്ട്മെൻറ്റിലോട്ട് കയറി വെച്ച് ഗെറ്റ് ഔട്ട്സ് എല്ലാവരും അടിച്ചങ്ങ് ഇറക്കി വെച്ച് ഒരു ചോക്ക് എടുത്തിട്ട് എയർഫോഴ്സ് ക്രൂ എഴുതി വെച്ചു. എല്ലാവരും പോയി. ഞങ്ങൾ 10, 12, 13 പേര് സുഖമായിട്ട് അതിനകത്തിരിക്കും. ഇവർക്കൊക്കെ ഈ പിള്ളേർക്കും എന്നെ അങ്ങ് മതിപ്പായി. ഇവിടെ ഒന്ന് ഞാനാണ് അവിടെ സീനിയർ. അങ്ങനായി. ഇത് ഞാൻ വിരമിക്കുന്നവരെ ദൈവം എന്നെ അങ്ങനെ തന്നെ പോയിടത്തിലാക്കി. ഓക്കെ, എത്ര വർഷം പിന്നെ ഇതിലുണ്ടായിരുന്നു? 16 വർഷം. 16 വർഷം. 16-ൽ 15 ആയപ്പോൾ ഞാൻ റിസിഗ്നേഷൻ കൊടുത്തതാണ്. കാരണം കുവൈറ്റിലേക്ക് എൻ്റെ ഒരു വൈഫിൻ്റെ കസിൻ നിർബന്ധമായിട്ട് പറഞ്ഞു, ഇനിയും കുഞ്ഞുമാനെ ഇതിനകത്ത് നിൽക്കണ്ട, ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റും എല്ലാം കണ്ടിച്ച് പറഞ്ഞു പാസ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം ഒക്കെ വെച്ച് വേണമെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ശരിയാക്കി. അന്ന് പാസ്പോർട്ടിനൊക്കെ എന്ത് പാടാന്നറിയും. ഒരു കോപ്പി എടുക്കണമെങ്കിൽ ആലപ്പുഴ പോകണം. അങ്ങനെ അതെല്ലാം ചെയ്ത് റെഡിയാക്കി ഞാൻ അവിടുത്തെ കമാൻഡിങ് ആലപ്പുഴയാണ്. അത് വലിയ സ്റ്റോറിയാണ്. ആലപ്പുഴ കമാൻഡിങ് ഓഫീസറുടെ അടുക്കലൂടെ ചെന്നു. എനിക്ക് ഇതങ്ങോട്ട് വെച്ചു. എൻ്റെ മുഖത്തോട് നോക്കി വെച്ച് പറഞ്ഞു, എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന പോലൊക്കെയാണ്, വീട്ടിലാരുമില്ല, 5 മക്കളുണ്ട്, ഇങ്ങനെയാണ്, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ കൃഷിയും കാര്യങ്ങളും, ഒരു കൃഷിയുമില്ല, ഇതെല്ലാം പറഞ്ഞു. പുള്ളി എന്നോട് പറയുക, ഞാനൊരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കണം. എന്തുവാ? 15 ഇല്ല, 14 ആയതേ ഉള്ളൂ, 15 തികയണം. അതുകൊണ്ട് 5-6 മാസമുണ്ട്, ഡോണ്ട് ഡു ദാറ്റ്. നീ അത് ചെയ്താൽ നിനക്ക് ഫുൾ പെൻഷൻ കിട്ടും, ഇത് ചെയ്തില്ലെങ്കിൽ എല്ലാം പോവും. അപ്പം നമ്മൾ അപ്പോൾ കുവൈറ്റിലങ്ങ് വാരുകയാണ് ഓരോരുത്തർ. അപ്പം അത് നോക്കുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമില്ല. പക്ഷെ സംഹൗ അത് ഞാൻ സമ്മതിച്ചൊന്നുമില്ല, ഞാൻ എഗ്രി ചെയ്തില്ലെങ്കിലും ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്തായിട്ടൊന്നും പറഞ്ഞില്ല. അത് പ്രൊസീജ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ 16 വർഷം കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോലീസ് ചെന്നു. അപ്പോൾ വീട്ടിലെല്ലാവർക്കും അറിയാം. ചെന്നപ്പോഴേ ഇതെല്ലാം ചോദിച്ചു, എവിടാണ് നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ഇത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തൊരു 1.5 ഏക്കർ വസ്തുവുണ്ട്. അതിനകത്ത് നല്ലൊരു ഫാമിലിയാണ്. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, അമ്മാമ്മ ടീച്ചറാണ്, 2 പിള്ളേർ. അവർക്ക് ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുറു 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫെൻസും അതും എവിടെ നിങ്ങളുടെ തുറുവൊക്കെ ഇവിടെ എന്നാൽ പോലീസുകാരൻ ചോദിക്കും. എന്തുകൊണ്ട് സാറേ? അത് അയലത്തിൻ്റെതുകൊണ്ട്. ഞങ്ങൾക്ക് എരുത്തിലും ഇല്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞാൻ പെർമനൻറ്റ് വീട് പോലുമല്ല. എഴുതി വെച്ചു, വിട്ടു. എനിക്ക് പെർമിഷൻ വന്നു. അന്നേരം ഒരു കടമ്പയും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം സുബിദാറായിട്ടും നമുക്ക് പ്രൊമോഷൻ വന്ന് നിൽക്കുന്നു. ഞാൻ ഹവൽദാർ മേജറാണ്. അപ്പം ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറാകുക, ഗസറ്റഡ് റാങ്കാണ്. അപ്പോൾ ഇതിന് അൺവില്ലിങ് കൊടുത്താൽ നമ്മൾ ഇറങ്ങാം, ഇതിന് അൺവില്ലിങ് കൊടുത്താൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും. അത് ചിന്തിച്ച് പിടിച്ച് ഏതായാലും ഞാനങ്ങ് എഴുതി കൊടുത്തു, എനിക്കിത് പ്രൊമോഷൻ വേണ്ടെന്നും പറഞ്ഞു. കാരണം അവർക്കത് ചെയ്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നേച്ച് ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ പ്രൊസീജിയർ അങ്ങ് നിന്നുപോയി. മുമ്പേ പറഞ്ഞ പോലെ ട്രംപിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആ പ്രൊസീജിയർ അങ്ങ് നിന്നുപോയി. ഇനിയും റിക്രൂട്ടിങ്ങുകാർ വരുമ്പം അത് നമ്മൾ പറഞ്ഞെല്ലാം വിടാമെന്ന് പറഞ്ഞു. 1 മാസം, 2 മാസം, 1 വർഷം കുവൈറ്റിൽ പോകാൻ അത് പോയി. ആ സമയത്ത് തന്നെ അവരുടെ വേറെ ആളുകൾ വീട്ടിലെ ബാലൻസ് ആളിനെ വരെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് 40,000 രൂപ ഒരു വിസയ്ക്ക് കുവൈറ്റിലേക്ക്. അത്
ചിലപ്പോൾ എനിക്ക് കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോകുമല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടെന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. അവിടെ അത് നടന്നില്ല. നടക്കാതെ അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് പറയുക, ശാലം ഒരു ചെറിയ വീട് വെച്ചേക്കാം. ഞങ്ങൾക്ക് ഒരു ടെമ്പററി ഏറ്റവും നമ്മുടെ വൈകോന്നാൻ ഇന്നലെ സഭായോഗത്തിൽ പറയുകയും ചെയ്തു, ഇപ്പോൾ ഞാനിങ്ങനെ ഷെഡ് പോലത്തെ ചെറിയ വീട്ടിൽ ജീവിച്ചത് കാര്യം പഴയത് മറക്കാത്തതാണെന്നും പറഞ്ഞു. പുള്ളി അന്നേരം പണ്ടത്തെ മറക്കരുതെന്നുള്ള ടൈറ്റില്ലാത്ത പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് ശരിയുവാ. പാസ്റ്റർ വീട്ടിൽ പാസ്റ്റർ ഇതൊന്നും എൻ്റെ വീടല്ല, ഞാനൊരു ആശാരിമാർ താമസിച്ചിരുന്ന ഒരു ഷെഡിനകത്താണ് ഞാൻ താമസിക്കുക 5 മക്കളെ കൊണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാണ് ഇതെന്ന് പറഞ്ഞ് അതാ ഇവിടെ ഈ ഇരിക്കുന്ന സ്ഥലം വരെ. ഈ തന്നെ അച്ഛൻ ഇങ്ങനെ എയർഫോഴ്സിൽ ജോലി ചെയ്തു, അതിനുശേഷം കുവൈറ്റിൽ പോയി അവിടെ ജോലി ചെയ്തു. എനിക്ക് ആ സ്റ്റോറി അറിയാം, അതുകൊണ്ടാണ് ഞാനത് കട്ട് ഷോർട്ട് ചെയ്ത് പറയുന്നത്. കുവൈറ്റിലല്ല, ഒമാനിൽ ജോലി ചെയ്തു. കുവൈറ്റിൽ പോകാൻ ആഗ്രഹിച്ചെങ്കിലും പിന്നെ ഒമാനിലാണ് പോയത്. അവിടെ നിന്ന് ഒമാനിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് അമേരിക്കയിലേക്ക് വരുന്നത്. അതെ, അമേരിക്ക വരേണ്ടത് കൊണ്ടാണ് ഞാൻ അത് വിട്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് അമേരിക്ക വരുന്നു. അമേരിക്കയിൽ ഏത് വർഷമാണ് വരുന്നത്? 85. 1985. 84 ഡിസംബർ 31 ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം. അതായത് അന്ന് ബർത്ത്ഡേ ആണ്. ഇത് പറയാൻ പറ്റുക, അത് പറയാൻ പറ്റുക ഒരു സംഭവമാണ്. 84 ഡിസംബർ 85 ഡിസംബർ 31 ഞാൻ ന്യൂജേഴ്സി വന്നിറങ്ങുന്നു, ന്യൂയോർക്ക് വന്നിറങ്ങുന്നു. എൻ്റെ വൈഫിൻ്റെ കസിൻ വന്ന് അവിടുന്ന് തന്നെ പിക്ക് ചെയ്ത് ന്യൂജേഴ്സി വരുന്നു. പുള്ളിയുടെ കസിനൊക്കെ അവിടെ ഉണ്ട്. വന്ന് ഇറങ്ങുന്നത് അവൻ്റെ കസിൻ്റെ വീട്ടിലാണ്. അന്ന് അവിടെ വാക്സിനേഷൻ സർവീസാണ്. ഡിസംബർ 31 രാത്രി. ആ ഡിസംബർ 31 എൻ്റെ ബർത്ത്ഡേ. ദൈവത്തിൻ്റെ വഴി. ആ 31 അവിടെ വാക്സിനേഷൻ സർവീസ് കഴിഞ്ഞ് ജനുവരി 1 ഫ്ലൈറ്റിൽ ഞങ്ങളിവിടെ ചിക്കാഗോയിൽ വരുന്നു. 86 കുടുംബമായിട്ടാണ് വരുന്നത്. ഞാനല്ല, കുടുംബമായിട്ട് എല്ലാവരും വിട്ടില്ല. ഓക്കെ, മൂത്ത മോനും വൈഫും, ബാക്കിയുള്ളവർ പിള്ളേർ. 2 പിള്ളേർ ഫൈനൽ ഇയർ ആയിരുന്നു, പ്രീ ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. മറ്റേ പിള്ളേർ പഠിക്കുക, പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങളൊരു സെറ്റിലാകുന്ന, അത് അവർ തന്നെ പറയുന്നത്. ഏതാ നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർ അവിടെ പോയി സെറ്റിലായിട്ട് മതിയെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഞാൻ ഓർമ്മകൾ ചില, അതായത് രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്തു വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു സുശേഷ, നമ്മൾ അതിലേക്ക് വന്നില്ല. സത്യത്തിൽ നിങ്ങളുടെ പശ്ചാത്തലം എന്തുവായിരുന്നു? ഏതാ ഓർത്തഡോക്സ് പശ്ചാത്തലമാണെങ്കിലും കൂടുതൽ എൻ്റെ അമ്മ വീടുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായ ഒരു മാർത്തോമക്കാരായിരുന്നു. അന്നത്തെ കാലത്ത് മാർത്തോമ എന്ന് പറഞ്ഞ നല്ല ഡിസിപ്ലിൻ. അന്ന് കെ എം ദാനിയലിൻ്റെ സത്യവും പത്യവുമായിട്ടുള്ള മത്സരം നടക്കുന്ന സമയത്ത് ഒറിജിനൽ ഇതിലാണ്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ വളരെ ഭക്തനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് വീട്ടിൽ ഒരു അനാവശ്യ വാക്കുകളോ ഒന്നുമില്ല. വൈകിട്ട് കഞ്ഞി കുടിക്കണമെങ്കിൽ പോലും എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കൂടി. അങ്ങനെ ഞാൻ ആ പശ്ചാത്തലത്തിലാണ് വളർന്നത്. അങ്ങനെ ആണെങ്കിലും ഓർത്തഡോക്സിലാണ്. ഫാദറും കാർത്തിപ്പള്ളിയിൽ നിന്ന് വന്ന. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വിഷയത്തിലോട്ട് പോകണോ, ജസ്റ്റ് അതും കൂടെ പറഞ്ഞു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മിലിറ്ററി സർവീസിൽ നിന്ന് ആലപ്പുഴ ട്രാൻസ്ഫറായിട്ട് വരുന്നത്. ആലപ്പുഴ ട്രാൻസ്ഫറായിട്ട് വരുമ്പോൾ എനിക്ക് കൂടുതൽ കണക്ഷൻ, എൻ്റെ അനിയൻ അപ്പോഴത്തേക്ക് വിശ്വാസത്തിൽ വന്നു, പാസ്റ്റർ തീമോത്തി. അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഇത് സത്യമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പണ്ടേ ഇത്ര എന്ന് വെച്ചാൽ വീട്ടിൽ ഈ ഉപദേശിമാരെ എല്ലാം ഫാദർ കൊണ്ടുവരും. നമ്മുടെ ലാസറിൻ്റെ അനിയന്മാരും ഏഴംകുളം മത്തായി സാറ്, അതുപോലെ ചില ഉപദേശിമാരുണ്ട്. അവരെല്ലാം വീട്ടിൽ വരുമ്പോൾ അനുവദിക്കും. വന്നു കാപ്പിയോ ചായയോ പുഴുക്കോ എന്തെങ്കിലും കഴിച്ചു അവർക്ക് എന്നെ കൊണ്ട് ഒരു പേപ്പറിനകത്ത് ഇച്ചിരി പൈസ തന്ന് കൊടുപ്പിക്കും. അങ്ങനെ ഒരു ശീലം എനിക്ക് ഉണ്ടാക്കി തന്നു. അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ്.
അങ്ങനെ എന്നോട് എന്നെ 3 മക്കളിൽ എന്നെ കൊണ്ട് മാത്രമേ എൻ്റെ ഫാദർ ജയിച്ചിട്ടുള്ളൂ. മോനെ ഇങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞ് ഇത് തരും, ഇത് ഉപദേശിക്കൂടെ. അങ്ങനെയായിരുന്നു. ആ ചുറ്റുപാടിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ആലപ്പുഴ വരുന്നത്. ആലപ്പുഴയിൽ നിന്ന് മാവേലിക്കര വന്നിട്ട് മാവേലിക്കരയിൽ നിന്ന് പുന്നമൂട്ടിൽ എൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് മാവേലിക്കരയാണ് ഈ KT മാത്യു സഭയായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രയായാലും അനിയൻ്റെ ഇതല്ലേ, പിന്നെ വലിയ കാര്യവും നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് ഞാൻ വന്ന ആ ബസ്സിൻ്റെ ടൈം വരെ അവിടെ നിൽക്കും. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിക്കും കുറേ നേരമൊക്കെ. ഇങ്ങനെ പുള്ളിയാർ പരുവത്തിന് സുവിശേഷത്തിൻ്റെ ആരംഭം ഇങ്ങനെ ഇടുമായിരുന്നു. ഈ അനിയൻ്റെ കല്യാണം അന്നേരത്തിന് കഴിഞ്ഞായിരുന്നോ? അനിയൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ ഈ വിശ്വാസത്തിൽ വന്ന് നമ്മുടെ ബാംഗ്ലൂരിൽ വെച്ച് നമ്മുടെ ഉമ്മനെ അല്ല, ഉമ്മനബ്രാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോർജ് ഉമ്മനുമായി പരിചയപ്പെട്ട വകയിൽ ഇവർ സ്നാനപ്പെടുമ്പോൾ ഞാൻ അവിടെ ചെന്നു. അന്ന് ഇവർ വലിയ ടീമായിരുന്നു, നല്ല കത്തുന്ന ഒരു കാലഘട്ടം. അങ്ങനെ അവരെല്ലാവരും എന്നോട് പറയുമായിരുന്നു, അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടേ ഒക്കത്തുള്ളൂ, ദൈവവചനത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 16:16 വായിച്ചു നോക്ക്, അത് വായിക്ക്, കർത്താവിൻ്റെ വില്ലാണ്, അതാ ഇതാന്നെല്ലാം പറയും. ഇതെല്ലാം മനസ്സിരുന്നിട്ട് ഞാനും സൂത്രത്തിൽ അതൊക്കെ ഒന്ന് നോക്കും. അന്യഭാഷയും പ്രാർത്ഥന അവിടെ തകർപ്പാണ്. അപ്പം ഞാനും വൈഫും കൂടെ ജമ്മു കാശ്മീരിലോട്ട് പോകുമ്പോൾ അവിടെ ഇറങ്ങും. അവിടെ എക്സ്ട്രാ ചിലവ് കൊടുത്ത്, ബാക്കി ഫ്രീയാണ്. ഇതിനു വേണ്ടി മാത്രം ഞാൻ എക്സ്ട്രാ ചിലവ് ബാംഗ്ലൂരിൽ വന്ന് ഇവരുടെ കൂടെ ഒരു ആഴ്ചയോ വല്ലതും താമസിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ സ്നാനപ്പെടുന്നത്. അപ്പം ഞാൻ ഇവനോട് പറയുന്നു, ഈ സംഗതിയെല്ലാം നല്ലതാണ്. അപ്പോൾ അവനോട് ജോലിക്ക് ചെയ്യുന്നത് അവിടെ, സംഗതിയെല്ലാം നല്ലതാണ്, പക്ഷേ ഇട്ടിട്ട് പോകരുത്, വിശ്വസ്ത കാണിക്കണം, എനിക്ക് താല്പര്യവുമില്ല. നീ പെന്തിക്കോസിൽ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിന്നോണം. എക്സാക്ട്ലി, അതാ കാര്യം. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ചെറുപ്പം അവനും ചെറുപ്പം, അതൊക്കെ അങ്ങനെ കാറ്റുപോയി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയായിട്ട് ഇതായി. എനിക്ക് അത് ആവശ്യമെന്ന് ബോധ്യമായി. നമ്മുടെ ചീഫ് മിനിസ്റ്റർ VD സതീശൻ പറയുന്നല്ലോ, എനിക്ക് ബോധ്യമായി. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടത്. അങ്ങനെ സ്നാനപ്പെടുത്തി KT മാത്യു തന്നെ. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ആരാധന പോലും കൃപയാൽ ഇന്ന് വരെ മുടക്കേണ്ടി വന്നിട്ട്, ഇന്ന് വരെ പ്ലെയിനിലൊക്കെ ആണെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഞാൻ ബോധപൂർവം മുടക്കിയിട്ടില്ല. ഇല്ല അതെനിക്ക് എനിക്ക് സാധ്യമായ. അപ്പം പിന്നെ അമേരിക്കയിൽ വരുന്നത് വന്ന് ചാടുന്നത് അതിനകത്തോട്ടാണ്. പെങ്ങളല്ല, വൈഫിൻ്റെ ജ്യേഷ്ഠത്തി ഇവിടെ സിറ്റിസൺ ആയിരുന്നു, അപ്ലൈ ചെയ്ത വകയിൽ വന്നു കയറി. അങ്ങനെ ഇവിടുത്തെ ജീവിതം ആരംഭിക്കുകയാണ് ഇവരുടെ തന്നെ വീട്ടിൽ. അവിടെ വന്നൊരു മാസമോ 2 മാസമോ കഴിയുമ്പോൾ ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നു, ഇവിടെ ലീനിങ് ടവറിൽ. നല്ല കലിയൂർ കുഞ്ഞുമോന്. പക്ഷേ എനിക്ക് ഈ പ്രാസംഗനെ പറ്റി ചിന്തയില്ലായിരുന്നു, ഞാൻ കേട്ടുമില്ല. കലിയൂർ കുഞ്ഞുമോൻ്റെ പാട്ടാണ്. അവർ ഓർത്തഡോക്സുകാരായതുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു. നമുക്കൂടെ ഒരു റൈഡ് സംഘടിപ്പിച്ചു. ഞാനും അനുഷും ഗ്രേസും ഞങ്ങളെല്ലാവരും കൂടെ അവരുടെ കൂടെ. അവിടെ ഒരു ഇവാഞ്ചലിക്കൽ ചർച്ചിലായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് അങ്ങോട്ട് കയറിയത്. ഒടുവിൽ ഇവിടെ വന്നപ്പം എനിക്കൊന്നാതെ ദൂരെയാണ് ഈ സ്റ്റേജും, ഞങ്ങൾ അവിടെ അകത്ത് നടുക്കായിരിക്കുന്നത്. അപ്പം ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല. മാമച്ചനാണ് നടത്തുന്നത്. ലാസർ ഞങ്ങളെ തലേ ദിവസവും വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതാണ്. മാത്യു ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതാണ്. പക്ഷേ മിലിറ്ററിയിലല്ലായിരുന്നു, അതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ടുള്ള ബന്ധമില്ല. പക്ഷേ എൻ്റെ മോന് കണ്ടപ്പോഴേ മനസ്സിലായ, ഇങ്ങനെ തിമോത്തിയും ഇവരൊന്ന് വലിയ ക്ലോസ് ആയപ്പോഴും വരും. നമ്മുടെ TC മാത്യു TC കോശി സാറ്, ഇങ്ങനെയൊക്കെ ഇവരെല്ലാം വീട്ടിൽ വരുമായിരുന്നു. ലാസർ ഉപദേശിയാണെന്ന് പറയുമ്പോൾ അങ്ങ് ഓടിച്ചെന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ, അനുഷ്യ നീ ഇവിടെ വന്നു. അങ്ങനെ അപ്പോഴവർ അവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നു. ഇങ്ങനെ നിങ്ങളിങ്ങനെ എത്തി ചിക്കാഗോയിലെ അതായതാന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അടുക്കലോട്ട് വന്ന് ഞങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ ഇവർക്കാർക്കും വലിയ താല്പര്യമില്ല, എങ്കിലും നമ്മൾ ആ പരുവത്തിനൊക്കെ നിന്നു. എന്നോട്
ഞാനിന്ന് അച്ഛൻ്റെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്, കാരണം ഞാൻ താമസിക്കുന്നിടത്ത് അവർക്ക് താല്പര്യമില്ലെന്നുള്ളത് ശരിയാണ്. രണ്ടാമത്തെ കാര്യം വേറെ കിടക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ തന്നെ 3 പേരായി, പിള്ളേർ വരാൻ പോവാം. അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറയുക, അച്ഛാ എനിക്ക് കട്ടിലും വേണ്ട, എനിക്ക് കസേരയും വേണ്ട, സോഫയും വേണ്ട, ഒന്നും വേണ്ട, കാരണം എനിക്ക് കിടക്കാനൊക്കത്തില്ല കട്ടിലേൽ, എനിക്ക് തറയിലേ ഞാൻ കിടക്കത്തുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ഇനി ഈ ദേശത്ത്. അപ്പോൾ ഓരോരുത്തരും ബെൻസുകാരും ഒക്കെ ആയിട്ട് വന്നിരിക്കുക. പുള്ളി അന്ന് നല്ല കാച്ചുക, നല്ല പ്രസംഗം ഊറ്റൻ. അന്നേരം ഞാൻ പറഞ്ഞിട്ട് പുള്ളി മാറിയില്ല. പുള്ളി പിടിച്ചെടുത്ത് തന്നെ തന്നു, എൻ്റെ കൂടെ വന്നു. എൻ്റെ കൂടെ വന്ന പുള്ളി സത്യമായിരുന്നു. ഒരു പലകയുടെ തൊന്നിൻ്റെ മണ്ടയ്ക്കാണ് കിടന്നത്. പുള്ളിക്ക് തന്നെ ഈ നടുവിന് എൻ്റെ ബെഡേ കിടന്നാനുണ്ട്. അതിപ്പോഴും പുള്ളി അങ്ങനെ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴും നമ്മളെല്ലാം കൂടെ അല്ല, മാത്യു സാറായിരുന്നു ഇല്ലേ, അതിനു മുമ്പ് പുള്ളി വന്ന് 1 മാസം താമസിച്ചു. അപ്പം അന്ന് ഈ പുള്ളിക്കാരനെ ഞാൻ അവിടെ കിട്ടി. എനിക്ക് ചെറിയ ഇല്ലിനോയി മസ്ട്രോണിക് ഹോസ്പിറ്റലിലുണ്ട്, ഫാർമസിയുടെ സ്റ്റോറിലെ ഒരു ചെറിയ ജോലിയാണ്. അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഞാൻ അവിടെയും ലാസർ ഇവിടെയും പിള്ളേരൊക്കെ അനിയത്തിമാരൊക്കെ അവരൊക്കെ പിന്നെ കുറേ സോഷ്യലാണ്. അവരെല്ലാവരും ചായയും കാപ്പിയോ കൊടുക്കാൻ. അമ്മായിയപ്പനുണ്ട്, അമ്മായിയമ്മയുണ്ട്, ഗ്രേസമ്മയ്ക്കും ജോലിയൊന്നുമില്ല. അനീഷിനെ സ്കൂളിൽ ചേർത്തു. എൻ്റെ പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോരുത്തരോട് ഫോൺ ചെയ്ത് ഓരോരുത്തർ മീറ്റിംഗ് ഒരുക്കുക. ഇവിടുത്തെ മുഴുവൻ ഈ സ്റ്റീഫന്, മാമച്ചന്, ജോസഫ് ഇവരെല്ലാം അവിടെ വന്നു. ഈ ഇരയെ പിടിച്ചുകൊണ്ട് പോകാൻ ഇത് കേട്ടോ കേട്ടോ. പറയുമ്പോൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഇവരോടെല്ലാം സന്തോഷമാണ്. എനിക്ക് സ്റ്റീഫനെ അറിയാം, കാരണം കായംകുളമാണ്, തിമോത്തിയുടെ ജൂനിയറാണ്. ഇതെല്ലാം അറിയാം. പിന്നെ കായംകുളം ജോർജാന്, പിന്നെ നമ്മുടെ അപ്പച്ചന് എന്തുവാ പുള്ളിക്കാരൻ ഒരു പ്രവാചകനായിരുന്നു, സ്റ്റീഫൻ്റെ പത്തിച്ചിറ യോനേശൻ. പുള്ളിക്കാരന് എനിക്ക് ഇവരുമായിട്ടൊക്കെ വളരെ കണക്ഷനായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിയാം. നമുക്കൊരു നല്ല വഴി വെട്ടി തന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ കുഞ്ഞെ അവസാനം ഇവിടെ മീറ്റിംഗ് അങ്ങ് വെച്ചു. അത് ഞാനപ്പോൾ ജോലിയിലാണ്. പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു, ഞാൻ പറയുന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് ഡാങ്കിൻ ഡോണറ്റിന്ന് കുറച്ച് ഡോണറ്റൊക്കെ മേടിച്ച് വയ്യ, ഞാൻ അപ്പോഴത്തേക്ക് അങ്ങ് വരാമെന്നൊക്കെ പറഞ്ഞു. ഇവരെന്ത് ചെയ്യുന്നറിയാം, പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് ഫ്രൈഡ് റൈസ് ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി, ചിക്കൻ കറി അതും ഇതും എല്ലാം ഉണ്ടാക്കി. പെൺപിള്ളേരെല്ലാം എല്ലാത്തിനും സ്മാർട്ടാണ്. അവരെല്ലാം അടിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് കൂടി. എല്ലാവരും കൂടെ വന്നു. ഈ പുല്ലിൻ്റെ പുറത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ തുടങ്ങി. 85 കാര്യമല്ലേ ഇവർ. അന്ന് ഇത്രയും റെസ്ട്രിക്ഷൻ അറിയത്തില്ല ആർക്കും. ഒരു പോലീസ് വന്നു, ബഹളമായി, ചേട്ടച്ചാര ചാൻസൊക്കെ പുള്ളിയുടെ ആയി പ്രോപ്പർട്ടി മൊത്തം. അത് കുഞ്ഞാനെ ഇത് പറ്റത്തില്ല ഇവിടെ. ഒന്നുകിൽ സ്കൂള് അല്ലെങ്കിൽ ഇത് കൺവെൻഷൻ സെൻറ്റർ, എവിടെയൊക്കെയാണ് പോകേണ്ടത്, ഓഡിറ്റോറിയത്തിലൊക്കെയാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞു, ജോണിച്ച സംഭവിച്ചു പോയി, ഞാനങ്ങ് മാറിയേക്കാം, ഞാനിവിടെ പൈസ തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ വരരുതെന്ന് എനിക്ക് ആരോടും പറയാൻ, ഞാൻ ഇവിടെ നിന്ന് അങ്ങ് മാറിയേക്കാം, ചുമ്മാതെ പറഞ്ഞതാണ്. അത് ഞാൻ ലെജിറ്റിമേറ്റായിട്ട് ചെയ്ത് ശ്രമിച്ചപ്പോഴത്തേക്ക് പിള്ളേരും വന്നു. 7 പേരായി. 7 പേർക്ക് വീട് തരത്തില്ല, വാടക, വലിയ വീട് വേണം. ഭയങ്കര പ്രയാസമാണ്. അവർക്ക് ചൂടുവെള്ളം കൂടുതൽ ചിലവാകും, പിന്നെ ഒരുപാട് ബാധറേഷന്. അവസാനം എനിക്ക് ഈ ചിക്കാഗോയിൽ, അവിടെ വില്ലേജിലാണ് എല്ലാവരും പോകുന്നത്, മനസ്സിലായി, വില്ലേജിൽ താമസിക്കാൻ എല്ലാവരും പോകും സിറ്റിയിൽ നിന്ന്. ഞാൻ അവിടുന്ന് സിറ്റിയിലോട്ട് കൊണ്ടുവന്നു. അതാണ് നമുക്കിന്ന് ഈ അവസ്ഥയിലോട്ട്. അല്ലെ അവിടെ കിടന്ന് ഞാനിങ്ങനെ തല്ലിയും മുട്ടിയും പോകാതെ ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ കൊണ്ടുവന്നപ്പോൾ വാടകയ്ക്ക് ഒരു വീട് കിട്ടി. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അല്പസമയം കൊണ്ട് ഒരു ചെറിയൊരു വീട് 2 നിലയിലുള്ളത് മേടിച്ചു. ഒരു നിലയ്ക്കകത്ത് നമ്മുടെ MS ജോർജാൻ്റെ മോളും മരുമോനും കൂടെ, ഷേർലി ചിക്കാഗോ, അവർ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, അപ്പോൾ എന്നോട് പറയാ, എൻ്റെ കയ്യിൽ ഈ ഷാജി പറയാം, എൻ്റെ ഡിപ്പോസിറ്റ് ഒന്നുമില്ല, ഞാൻ റെൻ്റ് മാസം തരും. ഞാൻ പറഞ്ഞു, നിന്നോട് ആരെങ്കിലും ചോദിച്ചു? കുഞ്ഞേ, ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ
താമസിക്കാൻ മാറുമ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയാം. സ്വന്തം വീട് മേടിച്ച് സന്തോഷമായിട്ട് മാറി കാണണം. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് നാണക്കേടാണ്. കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് നിങ്ങൾ പോയത്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അപ്പോഴത്തേക്ക് ആദ്യമായിട്ട് നല്ല ഒന്നാം തരം മെൻസുകാരൊക്കെ മേടിക്കുന്ന അവനാണ് ഷാജി. ബോംബെയിൽ നിന്ന് വന്നതല്ലേ. അച്ഛാ ഞങ്ങൾക്കൊരു ബന്ധവുമുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീടുമൊക്കെ മേടിച്ച് അവർ താമസം മാറി ഞങ്ങളെ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി ഇങ്ങനെ അവരുള്ള സമയത്താണ് പിള്ളേരിങ്ങനെ ഒരു ഗ്രേസ് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു 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 പരിപാടി. ഈ അജിത്തിൻ്റെ ആണ് ഇൻട്രസ്റ്റ് കൂടുതലും. അജിത്തിന് അന്ന് എന്നാ പ്രായമുണ്ട്? അന്ന് അവന് ഒരു 15-16 വയസ്സേ ഉള്ളൂ. അന്നേരം എന്തോ പ്രിന്റ് ചെയ്തു? പ്രിന്റ് ചെയ്തത് കോപ്പി എടുത്ത് കൊണ്ടുവന്നിട്ട് പുറത്ത് കൊണ്ടുപോയി പ്ലേറ്റ് ഉണ്ടാക്കും. ഈ ഫ്ലെയർ ഉണ്ടാക്കാൻ ഈ അജിത്ത് എങ്ങനെ അതിനകത്ത് ബന്ധപ്പെട്ടു? അജിത്ത് ബന്ധപ്പെട്ടത് എന്താണെന്ന് അറിയാം. ഞങ്ങള് വർഗീസ് ചാക്കോയുടെ മെയിലിംഗ് കമ്പനിയിൽ ജോലി ഞാനല്ല, എൻ്റെ വൈഫും ഈ കൊച്ചു പിള്ളേർ ഇവർക്കാർക്കും അപ്പോയിൻമെൻറ്റ് പോലെയല്ല, സാലറി പോലും കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എൻ്റെ വൈഫിന് ഒരു പാർട്ട് ടൈം പോലെ അവർ കൊടുത്തു. ഇതിൻ്റെ ഇപ്പോൾ അപ്പുറത്തുണ്ട് അതുപോലത്തെ മെയിലിംഗ് കമ്പനി. ഇവിടെ ഒരു സൂപ്പർവൈസറുണ്ട്. ഇവള് അടുക്കളയിൽ നിന്ന് വന്ന് നേരെ സൂപ്പർവൈസറായി. ഈ മലയാളികൾ കേരളത്തിലുള്ളവർക്ക് ഈ മെയിലിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്തുവാ അത്? മെയിലിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഒരു 10,000, 2,000 ഒക്കെ മെയിൽ ചെയ്യണമെങ്കിൽ ഇവരെ അതായത് കത്തുകൾ അയക്കണം. അപ്പോൾ ഇവർക്ക് പോസ്റ്റൽ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇവർ തന്നെ അത് സോർട്ട് ചെയ്ത് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കത് മെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഞാൻ ഈ ഹാലലിയ പ്രിന്റ് ചെയ്ത് പിന്നെ നമ്മൾ സോർട്ട് ചെയ്ത് ഓരോ പോസ്റ്റ് ഓഫീസിലേക്കുള്ളത് സോർട്ട് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഇവരെ ഏൽപ്പിച്ചാൽ മതി. ഒരു കമ്പനിയാണ്. അതൊരു കമ്പനി. അപ്പൊ അവരുടെ ജോലി എന്തുവാ? ഈ അച്ഛൻ്റെ വൈഫിന്റെ ഒക്കെ ജോലി എന്തുവാ? ജോലി എന്താണെന്ന് വെച്ചാൽ സിപ്പ് കോഡ് അനുസരിച്ചിട്ട് വേർതിരിക്കാൻ മാത്രമല്ല ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഇതിനായി കവറിനകത്ത് ഇടണം. ഇതെല്ലാം ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കാ. മനസ്സിലായി. അന്ന് ഇതെല്ലാം കവറിലിടണം. ആ കവർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന വെരി ഫാസ്റ്റ് സർവീസാ. വേറെ ആർക്കും ഒക്കത്തില്ല. ഇവള് ടോപ്പായി. ഇപ്പം അവിടെ അണ്ടറിൽ ഇവിടെ എല്ലാം ചെയ്യുന്ന ആ ജോലിയായി ഇവിടെ ഇപ്പോൾ നടക്കുന്ന അങ്ങേപ്പുറത്ത് ഇപ്പുറത്ത് പ്രിൻറ്റിങ്. അന്നേരം ഇവളെ കൊടുക്കാൻ കാര്യം പറഞ്ഞ ഗ്രേസമ്മയ്ക്ക് ഒരു ജോലി തരാൻ ഞങ്ങൾക്ക് ആ ഓർഡർ കിട്ടി. അന്ന് ഈ AT&Tയുടെ ഓർഡറിന് വേണ്ടി വർഗീസ് ചാക്കോ ബെഡ് കൊടുത്തിരിക്കുക. അത് കിട്ടിയാൽ ഗ്രേസമ്മയ്ക്ക് ഒരു ജോലി. AT&T എന്ന് പറയുന്നത് ഫോൺ കമ്പനിയാണ്. ഒരാൾ കൊണ്ട് നടത്താൻ പറ്റത്തില്ല. അവരിപ്പോൾ ഷെയറായിട്ടാണ് കൊടുക്കുന്നത്. ഓരോ സ്കിഡോ എന്തോ ആയിട്ട് അല്ലാതെ പ്രിന്റിങ് അല്ല, മെയിലിങ്ങിന്. അപ്പോൾ അവരുടെ വാട്ട് ഈസ് കാൾഡ് ഇൻവോയ്സ് അയക്കുക. അതാണ് അന്ന്. വേറെ ഉണ്ട് കമ്പനികൾ. ഇപ്പൊ ഞാൻ ഒരു ഗ്രേസ് പ്രിന്റിങ് ആണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുക. ഞങ്ങളുടെ ഫ്ലയറും ഞങ്ങളുടെ കാറ്റലോഗും എല്ലാം കൂടെ പ്രിന്റ് ചെയ്ത് കവറിനകത്ത് കയറ്റി അയക്കാൻ സ്റ്റാമ്പ് ഒട്ടിച്ചോ സ്റ്റാമ്പ് അല്ലെങ്കിൽ പെർമിറ്റോടോ അത് അവർ ചെയ്താൽ മതി. അങ്ങനെ ആയിരുന്നു കേരള എക്സ്പ്രസ് അയച്ചോണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് ആ കോട്ട് കിട്ടി. അങ്ങനെ ഇവക്ക് കൊടുത്തു. പിള്ളേർ പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്നത് അതിലേ വരും. അപ്പോൾ ഈ അനുഷൊക്കെ എന്ന് പറയാൻ ഭയങ്കര സ്മാർട്ട്. ഈ സ്കിഡും ഒക്കെ ഞാൻ ഇന്നും എനിക്ക് സ്കിഡ് വലിക്കാൻ എനിക്കറിയത്തില്ല. അവൻ ചുമ്മാ ഡാം ധൂം പിടിച്ച് അതിലോട്ട് ഇതെല്ലാം വെച്ച് വലിച്ച് അവിടെ കൊണ്ടുവന്ന് ഡ്രൈവർക്ക് കൊടുക്കും. ഇങ്ങനെയായി. അപ്പോഴത്തേക്ക് അജിത്ത് ആ മെയിലിങ്ങിൻ്റെ അങ്ങേപ്പുറത്ത് വന്നാൽ ഞാൻ കാണിക്കാതൊക്കെ മെയിലിങ്ങിൻ്റെ വരുന്നതെല്ലാം അങ്ങോട്ട് വിടുന്നു. അത് കുഴപ്പമുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ടാഗ് ചെയ്യുന്നു. അതെല്ലാം കൂടെ മണ്ടിലാക്കുന്ന. അതിനകത്ത് മമ്മിയാണ് അതിനകത്ത് സൂപ്പർവൈസറായിട്ട്. വേറൊരു കറമ്പിയുണ്ട്, അവളാണ് ഹെഡ്. അച്ഛൻ ഞാൻ വർഗീസ് ചാക്കോ എന്ന് പറഞ്ഞു. ഇതെല്ലാം അവിടെ തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് വർക്ക് ഇവിടെ ഒരു മലയാളിയുടെ പ്രസ്സിൽ ഇതെല്ലാം നമ്മുടെ അനുഭവമാണ്. മലയാളിയുടെ ഒരു പ്രസ്സിൽ കൊണ്ടുവരണം. അച്ഛൻകുഞ്ഞിൻ്റെ എന്നുവെച്ചാൽ വർഗീസ് ചാക്കോയുടെ
എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുള്ള ഇത് റെഡിയാക്കി അച്ഛൻ കുഞ്ഞത് അൻഷിൻ്റെ കൊടുക്കും, അല്ലെങ്കിൽ അജിത്തിൻ്റെ കൊടുക്കും. ടൈറ്റസ് മൈനറാണ്. അപ്പോൾ അവൻ 7ാം ക്ലാസ്സിലങ്ങോട്ട് പഠിക്കുന്നേ ഉള്ളൂ. ഇത് കൊടുത്താൽ അവൻ ഇങ്ങോട്ട് അവനെ ഞാനാണ് കൊണ്ടുവരുന്നതെങ്കിലും ഇവരെ എല്ലാത്തിനെയും കൂടെ ഡൗൺ ടൗണിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്നേരം ഇവിടെ ആയത്ത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് കയറിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് കഞ്ഞിയും കൂട്ടാനൊക്കെ കഴിക്കുന്നത്. മനസ്സിലായി? വൈകിട്ട് അപ്പോഴത്തേക്ക് പെൺപിള്ളേർ കോളേജിലായി. ഒരു കാര്യം ഞാൻ നാടിയോട്ടെ കുഞ്ഞുച്ചാൻ്റെ ഓർമ്മയിൽ നിന്ന് സാറിൻ്റെ ചോദ്യം അജിത്ത് എങ്ങനെ പ്രിന്റിങ്ങിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം നമ്മുടെ ഇവിടെ ഒരു പാർട്ടിയുണ്ട്, ഇല്ലിനോയ് മലയാളി അസോസിയേഷൻ. അത് വരട്ടെ, അത് ഞാൻ പറയാം. അതിലോട്ട് കയറാൻ ഭാവിക്കുക. ഈ തരിയത്തിൻ്റെ പ്രസ്സിലാണ്, മലയാളിയാണ്. ആ പ്രസ്സിൽ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസമോ 3 ദിവസമോ ആകുമ്പോൾ റെഡിയാകും. ഇതുകൊണ്ട് അജിത്ത് അല്ലെങ്കിൽ അനുഷ് അല്ലെങ്കിൽ മമ്മിയുടെ അവിടെ വീട്ടിൽ കൊണ്ടുവരും. അവിടെ അല്ലെങ്കിൽ വണ്ടിയിൽ ഞാൻ സോറി ഒടുവിൽ ഈ സാധനം കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ അവിടുമായിട്ട് നല്ല ബന്ധം പ്രസ്സുമായിട്ടൊരു ബന്ധം വന്ന സമയത്താണ് എൻ്റെ പെമ്മക്കൊക്കെ കല്യാണം റെഡിയാകുന്നത്. അതായത് ഒരു ആഗസ്റ്റ് 14-ാം തീയതി 15-ന് ആഗസ്റ്റ് 15-ന് മൂത്ത അവിടെ, ഇത് ആഗസ്റ്റ് 18-ന് ഇളയവിടെ കല്യാണം റെഡിയായി. അപ്പോൾ അന്നേരം ഒരു കല്യാണക്കുറി ഉണ്ടാക്കണം. എൻ്റെ ഒരു പ്ലാനായിരുന്നു കല്യാണക്കുറിയെല്ലാം ഉണ്ടാക്കുക. അപ്പം ഞാനിവിടെ അധികമായില്ലെങ്കിലും എല്ലാവരെയും അറിയും. ഉണ്ടാക്കുക, അറിയുന്നവർക്ക് കാർഡ് കൊടുക്കും. പക്ഷേ ഞാൻ കൊടുക്കത്തില്ല. ഞാനത് പാസ്റ്റർ യോണിക്കുട്ടിയുടെ എല്ലാം പാക്ക് ചെയ്ത് സ്റ്റാമ്പ് പൊട്ടിച്ച് കൊടുത്തിട്ട് ഞാൻ പ്ലെയിനെ കയറി കഴിഞ്ഞിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ അവരാരും വന്ന് വിസിറ്റ് ചെയ്തെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ടൊരു പാർട്ടി പോലും നടത്തിയിട്ടുമില്ല. ഞാനത് അന്ന് എനിക്കൊരു നിർബന്ധമാണത്. ദൈവത്തിൻ്റെ കൃപ, ആവശ്യവുമില്ല. ഒടുവിൽ ആരും ഒരു സഹായം കൊണ്ടൊന്ന് തരരുത്, അതാ ഉദ്ദേശം. മനസ്സിലെ ഉദ്ദേശം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഗൾഫിലൊക്കെ പോയത് ദൈവം പൈസ തന്നിട്ടുണ്ട്, എന്തിനാ വെറുതെ ദാരിദ്ര്യം കാണിക്കുന്നതെന്ന് കണ്ടിട്ട്. ഈ സന്ദർഭത്തിൽ ഈ കാർഡ് അടിക്കാൻ ഞാനെല്ലാം റെഡിയാക്കി ഇവൻ്റെ കൊണ്ട് കൊടുത്തു. തരിയത്തിൻ്റെ തരിയത്ത് പറഞ്ഞ അച്ഛാ ഓക്കെ ഉടനെ ചെയ്യാം. ഇതെൻ്റെ ഒരു കസിൻ്റെ മോനാണ് കേട്ടോ. അത് പറയും, അത് ഇതിനകത്ത് വന്നില്ലെങ്കിലും ഞാൻ പറയാം. അപ്പം ഇവൻ എന്നോടെല്ലാം പറഞ്ഞ് പോസിറ്റീവായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കി. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്നായിട്ട് നാളെയായിട്ട് മറ്റന്നാളായിട്ട്, കാരണം ഇവർ ഇവർ ഇതിൻ്റെ വേറൊരു കമ്പനിയിലാണ് കൊടുക്കണ്ടേ. ബിസിനസ് കാർഡും വെഡിങ് കാർഡും ഒക്കെ വേറൊരു കമ്പനി അത് തന്നെ ചെയ്യുന്നവരുണ്ട്, അവരുടെ കൊടുത്ത് ചെയ്യിക്കും. അങ്ങനെ ഞങ്ങളും അങ്ങനെ ആയിരുന്നു ഒരു സമയത്ത്. ഇതിപ്പോഴും ഇവിടെ എല്ലാം ചെയ്യുന്നത് ഇന്ന ഹൗസ്. അപ്പോൾ അവനത് ഒരെണ്ണമുള്ളതുകൊണ്ടാണോ നമ്മൾ കാശ് കൊടുക്കത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ ഉഴപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു ചെറുക്കന് ഹെൽപ്പറുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞാൽ ഇത് നടക്കത്തില്ല, വെച്ചതുകൊണ്ട് അപ്പുറത്തൊരു ഇവന് മിഡിൽ ഈസ്റ്റുകാരന് പ്രശ്നം നടത്തുന്നുണ്ട്, അവൻ്റെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവന് ഇതുപോലെ തന്നെ ഇത് മേടിക്കും, നേരെ കൊണ്ട് കൊടുക്കും, സാധനം റെഡിയാക്കും, നമുക്ക് തരും. അവൻ്റെ കാശ് അവൻ മേടിച്ചോളും, അവന് പ്രശ്നമില്ലല്ലോ. ഞാൻ എന്നിട്ട് ഇത് വേറെ ഒരു കോപ്പി എടുത്തുണ്ടാക്കി. ഞാൻ പറഞ്ഞേക്കണം വേണ്ടെന്ന് പറഞ്ഞേക്കണം, ഞാൻ മറന്നുപോയാലും കൊണ്ട് കൊടുത്തു. എനിക്ക് കാർഡൊക്കെ റെഡിയാക്കി തന്നു. ഈവൻ അന്ന് സദാം ഹുസൈനെ ഒരു സംഗതികളാണ്. സദാം ഹുസൈൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവൻ എന്നോട് പറഞ്ഞു അങ്ങ് തിരിച്ചു പോവാണ്, സദാമിനെ ഈ അമേരിക്കക്കാർ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്തു, മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രശ്നമൊക്കെ ആ പ്രശ്നമൊക്കെ ഞാനങ്ങ് വിൽക്കും, അങ്ങനെ പറഞ്ഞു. ഞാനിത് അവധവശ വീട്ടിലെന്ന് പറഞ്ഞു പോയി. അജിത്ത് പറയും അപ്പോൾ അത് നമുക്ക് മേടിക്കണം, പ്രസ് വാങ്ങണം. ആ പ്രസ് എന്തോ ഒന്നും ഇല്ലെന്നേ, ഏതാണ്ടൊക്കെ ഒരു ഗുണാപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ അവനോട് ഞാനിങ്ങനെ ചോദിച്ചു എത്ര. അപ്പം ഇച്ചിരി ഞാൻ ഒമാനിലിരുന്നതല്ലേ, അപ്പം നമുക്ക് ഇച്ചിരി അറബി അറിയാം. അതുകൊണ്ട് അവൻ എന്നെ ഇതല്ലേ എനിക്ക് ഡിവോണിലുള്ള വലിയ ഗുണം. ഹിന്ദി, അറബി, തെലുങ്ക് എല്ലാം ഇച്ചിരിച്ച്. തെലുങ്കൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് മലയാളം പൊട്ടുമലയാളം കേൾക്കുന്ന പോലെ. ഒടുവിൽ എന്തോ ചെയ്തെന്നറിയോ, ഞാനവിടെ പാമ്പനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്
അവനെല്ലാം കൂടെ $18,000 വേണമെന്ന് പറഞ്ഞു. $18,000 വേണമെന്ന് പറഞ്ഞു. അതൊക്കെ കൂടുതലാണെന്നൊക്കെ പറയാം. അപ്പം ഈ തരിയത്ത് വേറൊരു കളി കളിച്ചു. തരിയത്ത് മേടിച്ചു. എനിക്കിവിടെ ഒരുപാട് വർക്ക് ജോലിയുണ്ട്, പിള്ളേർ ജോലി ചെയ്തോളും, പള്ളിക്കൂടത്തിൽ പോയി സൈഡ് ചെയ്തോളും, അച്ഛൻ മേടിച്ചോളാൻ പറഞ്ഞു. എന്തിനാണെന്നറിയാം, അവനെ പറിക്കണം അവിടുന്ന്, മിഡിൽ ഈസ്റ്റുകാരനെ. അവനെ അവിടുന്ന് പറിച്ചാൽ ഞാൻ അതും കൊണ്ടങ്ങ് പോയിക്കോളും. എൻ്റെ ആഴ്ച ഗുണം പിടിക്കത്തില്ലെന്നാ പുള്ളിക്കാരൻ. സത്യമാ കേട്ടോ. നിങ്ങൾക്ക് വിശക്കുന്ന നമുക്ക് പോയെല്ലാം കഴിക്കാം. ഇതാ എനിക്കുള്ള വീക്ക്നെസ്. എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ ഞാൻ പറയട്ടെ, ഒടുവിൽ അതുപോലെ സംഭവിച്ചു. ഞങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. ഇല്ല, ഈ മെഷീൻ എല്ലാം കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് വെച്ചതുപോലെ ഇത് കൊണ്ടുവന്ന് അവിടെ വെച്ചു. ഒരു മെഷീൻ കയർത്തു പോലുമില്ല വാതുക്കെ കൂടെ. അന്നേരം ഇവനോടാ അതൊക്കത്തില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഡിജിറ്റലുണ്ട്, അത് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് എന്നോട് $1,500 മേടിച്ചു. അതും മേടിച്ചു. അത് നല്ല പ്രെസിഷൻ കട്ടിങ്ങാണ്. പക്ഷെ എൻ്റെ വാതുക്കലിട്ട് ഇതിനകത്തോട്ട് കയറത്തില്ല. ഗരാജിൻ്റെ വാതുക്കലിട്ടേക്കുക. അപ്പം പിന്നെ അതും മേടിച്ചു. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ അവനെല്ലാം പെർഫെക്റ്റായി. അതും പോയി. അവൻ്റെ മെഷീൻ, നല്ല മെഷീൻ കിട്ടി, $1,500 കിട്ടി. ഇതെല്ലാം എനിക്ക് ഗുണമായി ഭവിച്ചു. മനസ്സിലായോ? ഇവർ പ്രിൻ്റ് ചെയ്യാനോ അജിത്ത് ഈ പ്ലയറൊക്കെ ഇതുപോലത്തെ ഒക്കെ നോക്കി. പിന്നെ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയി, അല്ല ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോപ്പി എടുത്തുകൊണ്ട് ഒരു പാട്ട് പുസ്തകം മലയാളം ഇംഗ്ലീഷിലുണ്ട്. അതവൻ്റെ ഒരു വലിയ ഹോബിയായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ പോയി കോപ്പി എടുത്തുകൊണ്ട് വരും. അത് ഇതെല്ലാം ബുക്കാക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്യും, അത് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇല്ലിനോയ് മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കുമ്പള പോലെ ഒരു ഒറ്റ പോട്ടി വരിക. നമ്മുടെ ജോയ് ചെമ്മാച്ചൽ എന്നും പറഞ്ഞിട്ട് അത് വേണ്ട അവരെല്ലാം കൂടെ തുടങ്ങി. എല്ലാവർക്കും ഈ പിള്ളേരെ ഇഷ്ടമാണ്. കാരണം എല്ലാവരും ഒരു പ്രായക്കാരും ഇച്ചിരിയൊക്കെ അവരെല്ലാം കൂടെ വീട്ടിൽ വന്ന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാച്ചോ, അറിയാമയാത്ത ഒരു പ്രസ്ഥാനം. അവർക്ക് എന്തോ ചെയ്യേണ്ടി? സോവനീർ ആദ്യത്തെ ടാസ്കാ. ഇന്നും എൻ്റെ കയ്യിലിരിപ്പുണ്ടൊരു കോപ്പി. ആദ്യത്തെ ടാസ്കാ സോവനീർ ഉണ്ടാക്കുക. അപ്പോൾ ഈ സോവനീർ എന്തുവാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അറിയത്തില്ല, പിള്ളേർക്കും അറിയത്തില്ല. വലിയ ഇതിനകത്ത് പറ്റിയ ഒടുവിൽ അറിയാവുന്നവരൊക്കെ ഉണ്ടായി അവിടെ. ഇതിനകത്തൊക്കെ ഓരോരുത്തർക്ക് അതറിയാം ഇതറിയാം എല്ലാം. ഇന്ന് സ്റ്റേപ്പിൾ ചെയ്യുന്നതിന് കമത്തി ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടിച്ച് തിരിച്ചടിച്ച് മെഷീനിൽ ചെയ്യേണ്ട സംഗതിയെല്ലാം മാനുവലായിട്ട് രാത്രിക്ക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ആ പ്രസ് അവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയത് പക്ഷെ ഉമ്മൻ എബ്രഹാം വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത്? ഇല്ലല്ലോ, ഉണ്ടെന്ന് എനിക്കൊരു സംശയം. പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. പക്ഷെ കെ എബ്രഹാമിന്റെ മകൻ ഉമ്മൻ എബ്രഹാം ഉണ്ടായിരുന്നു. അതെ, അവരാണ് പ്രാർത്ഥിച്ചത് ചെറുതായിട്ടാണെങ്കിലും. അന്ന് അത് ആദ്യത്തെയാണ്. അപ്പോൾ അതവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രിന്റിങ് എല്ലാം അങ്ങോട്ടായപ്പോൾ കുറേയൊക്കെ കാർവേയി കളയണം, എല്ലാം എന്തൊരു ഇങ്ക ആകും. പിന്നെ എന്തോ വേറെ എന്തൊക്കെയാ അതിനെപ്പോഴും വേണം എനിക്കറിയത്തില്ല. ഇത് ഒന്നിൻ്റെ പുറത്ത് ഒന്ന് കയറും. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് ഗാർബേജിലോട്ടാണ്. ഗാർബേജിൻ്റെ ബോക്സ് ഒന്നേ ഉള്ളൂ. അതിനകത്തിട്ട് ഈ സിറ്റിക്കാർ അതിൻ്റെ സൂപ്പറുണ്ടായി എൻ്റെ മോന് ഒടുവിൽ അനിഷ് അവരിങ്ങോട്ട് വന്ന് കണ്ടു. ഇതിനകത്ത് ഇവിടെ ഏതാണ്ട് കള്ളനോട്ടടിയാന്നുള്ള രീതിയിൽ അവർക്കൊരു ഡൗട്ട് വന്നു. പ്രിൻറ്റിങ് നടക്കുന്നു ബേസ്മെൻറ്റിൽ. ഒടുവിൽ അത് അന്വേഷിച്ച് വന്ന് നമ്മളെ അവിടെ റെഡ് ഒരു ടിക്കറ്റ് വെക്കുന്നതിന് മുൻപ് ദൈവം വഴി തുറന്ന് ഒരു ഒന്നാന്തരം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, അവൻ വലിയൊരു കമ്പനി മേടിച്ചപ്പോൾ ഇത് കാലിയാണ്. അപ്പോൾ ഇത്
അന്വേഷിച്ച് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇത് കണ്ടു. മനസ്സിലായി, ഇത് ഇല്ലീഗലാണെന്നറിയാം ഞങ്ങളേത്. അങ്ങനെ അത് കണ്ടു വെച്ചപ്പോൾ എന്നെ വന്ന് ചോദിച്ചു ഇങ്ങനെ അതുകൊണ്ട് അത് അങ്ങനെ മേടിക്കാതൊക്കെ ഇല്ല ഇതാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ കടം വീടിയിട്ടില്ല, ഞാൻ ഇങ്ങനെ അതുണ്ടാക്കുന്നത്, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തുകൊണ്ട് വന്നു. പിള്ളേരെല്ലാം റെഡിയായിട്ട് എൻ്റെ അപ്പനും അമ്മയുണ്ട്. ഒടുവിൽ ഞാനവിടെ ചെന്നു, ഇവർ നിർബന്ധിച്ചിട്ട് ഞാനവിടെ ചെന്നു. ഒടുവിൽ അത് ഓണർ തന്നെ ഫൈനാൻസ് ചെയ്ത് ഞങ്ങളത് വാങ്ങിച്ചു. ഓ ശരി, ഓണർ ഫൈനാൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്ര കാലം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അല്ല, നമുക്ക് അതിന് മുമ്പേ ഇത് ചെയ്യാം, ലോൺ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം കുറച്ച് നാളിങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് വന്ന് ഇയാൾ ഇത് ചെയ്യുമ്പോൾ എല്ലാം ശരിയാവും. അങ്ങനെ ഒത്തിരി സിസ്റ്റമുണ്ട്. എനിവേ അങ്ങനെ അങ്ങോട്ടായപ്പോൾ പിന്നെ അപ്ഗ്രേഡിങ്, ഇത് പോരാ അത് വേണം, ഇത് പോരാ അത് വേണമെന്ന് പറഞ്ഞു. പുതിയ മെഷീൻ വേണം, മറ്റേ വേണം. അപ്പോഴത്തേക്ക് ഈ കമ്പനിക്കാർ വരാൻ തുടങ്ങി. അവർ ലോൺ ഒപ്പിക്കും, സെയിൽസ്മാൻമാർ വരും, അവരെ പഠിപ്പിക്കുമ്പം നമ്മുടെ ഉള്ളിത്തൊലി പോലത്തെ പേപ്പറിലും പ്രിൻ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇതാ. എനിക്കിതൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ സൈനിങ് അതോറിറ്റി പിന്നെ പതുക്കെ പഠിക്കുക. എന്തിനാ പറയുക, ഈ പിള്ളേർ ഇവിടെ ഷോ ഉണ്ട് പ്രിൻറ്റിങ്ങിൻ്റെ, അപ്പോൾ അതിന് പോവും. അതിന് ഇവന്മാർ മൂന്നും കൂടെ പോവും. പോയതെല്ലാം കണ്ട് ഓരോ മെഷീൻസും അതും ഇതുമൊക്കെ കണ്ട് ഇവരുടെയൊക്കെ മനസ്സിൽ എൻ്റെ കുഞ്ഞ് രാവകൽ പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് എവിടെ ബ്രേക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ അല്ല, എന്നിട്ട് പിന്നെ അതെല്ലാം നിൽക്കട്ടെ. പ്രസ് ഇങ്ങനെ വളർന്നു വന്നു, നിങ്ങൾ ഗ്രാജുവലി ഇത് വളർത്തി. ഇന്ന് അമേരിക്കയിലെ തന്നെ ഏതാണ്ട് 300 ചില്ലുവാനം പ്രസ്സുകൾ എടുത്ത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പ്രസ്സുകളിലൊന്നാണ് അമേരിക്കയിലെ. ഓൾ അമേരിക്കയിലെ വലിയ പ്രസ്സായിട്ട് മലയാളികൾക്ക് ആർക്കും ഇത്രയും വലിയൊരു പ്രസ് വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്നത് പോയി ഉണ്ടെങ്കിൽ തന്നെ. അപ്പം അത്രയും വലിയൊരു പ്രസ്സായിട്ട് ഇത് വളർച്ച പ്രാപിച്ചു. ഓക്കെ, ഇത് അതിനെക്കാട്ടിലും വലിയ സ്റ്റോറിയാണ് ഈ പത്രപ്രവർത്തനവും അതുകൊണ്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാള്. ഇതുമില്ലായിരുന്നു, ഇതില്ല പ്രസ്, പിന്നെ അത് ടെക്നിക്കലാണെന്നെങ്കിലും വെക്കാം. ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ കാരണം കൂടെ അതാ പറയണ്ടേ. അതിന്റെ കാരണം പറയാം. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും മലയാളം വെറുപ്പാണ്, പേരൻസിനും പിള്ളേർക്കും. ആരും മലയാളം പറയത്തില്ല. അതായത് മാമച്ചൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പാസ്റ്ററുടെ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് 2 ABCD അറിയത്തില്ല, മലയാളം അറിയത്തില്ല. അപ്പം അതാണല്ലോ നമുക്ക് ഏറ്റവും നേരിട്ടറിയാവുന്ന, അവരുടെ കുറ്റമല്ല. അപ്പം അല്ലാത്ത ഫാമിലികളൊക്കെ എന്താണെന്നറിയോ, പറയാൻ സമ്മതിക്കത്തില്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ വയ്യെങ്കിലും പേരൻസിന് അറിയാമെങ്കിലും പിള്ളേർ മലയാളം പറയാൻ സമ്മതിക്കത്തില്ല. കാരണം അവരിവിടെ ജീവിക്കേണ്ടതല്ലേ മക്കള്. നോട്ട് ഓൺലി ദാറ്റ്, ഇവർ ജീവിക്കേണ്ടതെന്ന് മാത്രമല്ല, ഇവർ നന്നാകണം, ഇംഗ്ലീഷ് പഠിച്ചേ ഒക്കത്തുള്ളൂ എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിനുണ്ട്. അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് അവർ മലയാളം ഇല്ലാതായി. പിന്നെ പതുക്കെ മലയാളം ഇല്ലാതായി. ആ സമയത്താണ് ഞാൻ വന്ന് ചാടുന്നത്. എൻ്റെ ആ മനസ്സിനകത്ത് അതങ്ങോട്ട് ഉൾക്കൊള്ളാനൊക്കുന്നില്ല. മലയാളം ഈ കൊച്ചിനറിയാൻ വയ്യ, ആ കൊച്ചിനറിയാൻ വയ്യ, ഇതെന്തൊരു ഗ്രഹപ്പഴയാണ്. അപ്പോൾ എൻ്റെ പിള്ളേരെല്ലാം വളർന്നു വന്നതാണ്. ഞാൻ ആ ഒരു സിറ്റുവേഷനല്ല നോക്കിയത്. അപ്പോൾ ഇങ്ങനാണെങ്കിലും എന്തോ ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പം മലയാളം പത്രം ന്യൂയോർക്കിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്തു ഞങ്ങൾ. അത് വായിച്ചുകൊണ്ട് വണ്ടിയെ കൂടി ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മരുമോൻ ജോസും ഒക്കെ വന്നു കഴിഞ്ഞു. ജോസ് പുറകിലിരുന്നോണ്ട് ഇങ്ങനെ വണ്ടി, ഞങ്ങളുടെ ഒരു വാനാണ്, പുറകിലിരുന്നോണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞാൻ ആ വണ്ടി ഓടിക്കുന്നത്, നമുക്കൊരു പത്രം കാണുന്നതിലെന്താ എന്ന് പുള്ളി പറഞ്ഞു. ഏതായാലും പ്രസ്സുണ്ട്. അതാ. അപ്പം അറിയത്തില്ല, എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. അയ്യോ, അതിലോട്ട് ചാടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞെ ഒടുവിൽ ഞാൻ അങ്ങ് സമ്മതിച്ചു. ഞാൻ പറയുന്ന പിന്നെ നോക്കാം. ഞാൻ തീമോത്തിയെ വിളിച്ചു. ആ തീമോത്തിയാണ് നിങ്ങളുടെ അടുക്ക വന്നത്. ഞാൻ വിളിച്ച ഇവിടെ ഇന്നോലൊക്കെ ഒരു സംഗതിയാണ്. അന്ന് തിമോത്തി പാസ്റ്റർ നാട്ടിലാ. പിന്നെ 10 വർഷം പുള്ളിക്കാരനെ മാനേജ് ചെയ്തു. അനിയനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് നടത്തിയാൽ നല്ലതാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് ആണ്, മലയാളമില്ല. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ വന്ന് നിങ്ങളെ കണ്ടു, ഗുഡ് ന്യൂസ് വരുന്നു, വിദ്യാർത്ഥി മിത്രത്തിൽ പോകുന്നു.
ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേ ദിവസം ഒരു കുടുംബമായിട്ട് വന്ന് ഓ, ഇന്നും ഞങ്ങളൊരു കുടുംബമാണ്. വിദ്യാർത്ഥി മിത്രത്തിലെ ഷാജി മിനിയും മിനി ആ, അവർ ഓക്കേ. ബിസിനസ് എന്റെ തുടക്കം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് ബിസിനസ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ. ഇവിടെ ജോസ് കണിയാലി അതെ. അസോസിയേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒടുവിൽ അങ്ങനെ അങ്ങ് തുടങ്ങിയതാണ്. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പ്രിൻ്റ് ചെയ്താൽ വലിയ ഷീറ്റ് പ്രിൻ്റ് ചെയ്യാൻ ഇതുപോലത്തെ ഉള്ളു ഞങ്ങളുടെ പ്രസ്. അപ്പോൾ ബ്രോഡ് പ്രിൻ്റ് ഇത് വേണമല്ലോ. അതിന് ഇവർ സെയിൽസ്മാന്മാർ വന്ന് ചാത്ത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ പുതിയ പ്രസ് ഒരു പുതിയ പ്രസ് അങ്ങ് വാങ്ങിച്ചു. പിന്നല്ല, പിന്നെ അതിൻ്റെ പ്രിന്റിങ്ങിൻ്റെയാണ് പ്രശ്നം. ആർക്കെങ്കിലും അത് പിന്നെ കഴുകണം, പ്ലേറ്റ് എടുക്കണം, മറ്റേതാ മറിച്ച് എല്ലാം ഒപ്പിച്ച് പിള്ളേരൊരുപാട് ഇവർക്ക് എന്തോ കൊടുത്താലും ദൈവം എൻ്റെ കൈ കൊണ്ട് തന്നെ അവർക്കെല്ലാം കൊടുപ്പിച്ചു. അത് വേറെ. അപ്പം ഈ അന്ന് തന്നെ ഈ കേരള എക്സ്പ്രസ് എന്നുള്ള പേരും മനസ്സിൽ വന്നു. ഇത് അത് പറയാം. അപ്പോൾ ഇങ്ങനെ പത്രത്തിൻ്റെ പ്ലാൻ ചെയ്ത് നാട്ടിൽ നിന്ന് സാമ്പിൾ അയച്ച് നിങ്ങൾ അയച്ച് അതിൻ്റെ കോട്ടും ഒക്കെ കിട്ടി. അപ്പോൾ നമുക്ക് എത്ര ചിലവ് വരുമെന്ന് മനസ്സിലായി. അന്നേരം നമ്മൾ അങ്ങ് സമ്മതിച്ചു കഴിഞ്ഞിട്ട് പേര് വേണം. പേരിങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് ഇദ്ദേഹം പറയായിരുന്നു പ്രസിദ്ധീകരണം എന്നാലും കേരള കൗമുദി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പുള്ളി പറയുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഞാൻ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് കേരള എക്സ്പ്രസ്. ഞാൻ മിലിറ്ററിയിലിരിക്കുന്ന സമയത്ത് ഒത്തിരി യാത്ര കൽക്കരി തൊട്ട് മലയാളി ഈ നോർത്തിൽ ജീവിച്ച എല്ലാ മലയാളികളും കേരള എക്സ്പ്രസിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മ വന്ന് കൽക്കരിക്കകത്തൂടെ പോകുന്നത് ഇറങ്ങി കഴിയുമ്പോൾ അത് വന്നിട്ട് ഇലക്ട്രിക്കായി എല്ലാം ആയെങ്കിലും ആ ഓർമ്മ വെച്ചിട്ടാണ് കേരള എക്സ്പ്രസ്. അപ്പോഴാണ് മനോരമയ്ക്കകത്ത് സത്യമേ ജയന്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ വിചാരിച്ചു എന്താ എൻ്റെ മിടുക്കാണോ അല്ല, പിന്നെ ആരുടെയാ, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് നോട്ട് അവർ മെറിറ്റ് ബട്ട് ഹിസ് ഗ്രേസ്. അത് ഇന്നും ഗ്രേസായിട്ട് ദൈവം ഇന്ന് വരെ തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിക്കുന്ന എൻ്റെ ജീവിത പശുവുണ്ടാകും. അപ്പോൾ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചാൽ ഒരു നന്മയ്ക്കും മുട്ട് വരത്തില്ല. അതാണ് പ്രിൻറ്റിങ്ങിനകത്ത് ചെന്ന് ചാടിയത്. അത് പിന്നെ കേരള എക്സ്പ്രസ്സിന് ഈ തുടക്കത്തിൽ തന്നെ വലിയൊരു അക്സെപ്റ്റൻസ് ഉണ്ടായി. അതൊരു രസമാണ്. ചിക്കാഗോയിൽ ഈ അസോസിയേഷൻസ് ഒക്കെ പെട്ടെന്ന് കുമ്മിള് പോലെ ഉണ്ടായി. ഞാൻ ഇതിനകത്തൊന്നുമില്ല, മലയാളികളെ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ ഇതിനെ മറിയാമ്മ പിള്ള സഭ ഉണ്ടാകുന്ന പോലെ ഒന്ന് പിരിഞ്ഞു രണ്ടാമതായി മറിയാമ്മ പിള്ള എന്ന് പറയുന്ന എൻ്റെ സഹോദരിയെ പോലെ ഇവിടുത്തെ ഏറ്റവും മലയാളികളുടെ പേര് കേട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു. അതുപോലെ പല ആളുകൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും വന്നു. ഇതാണ് ചോദിച്ചോ, ഈ സാധനത്തിന് പ്ലെയിനിൽ നിന്ന് ഇറക്കുകയാണ്. വന്നിങ്ങനെ ആ ഗുഹയ്ക്കകത്തൂടെ വരുമ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന് ഞങ്ങൾ തെറ്റി. അതൊന്നും വേണ്ട, അതൊന്നും പറ്റില്ല. അതറിയാം, എഡിറ്റ് ചെയ്യാൻ എല്ലായിട്ട് ഇപ്പൊ ഇന്ന് ഈ സ്റ്റേജിലാക്കിയിരിക്കും. കറക്റ്റാ, പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഈ പത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതെ, കാര്യം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പരീക്ഷണമാണ്. ഒരു നമ്മളെല്ലാം പറഞ്ഞ പോലെ യാതൊരുവിധ അന്ന് കാലത്ത് മനോരമ അവിടുന്ന് ഇവിടെ വരണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അന്ന് മനോരമ വരണമെങ്കിൽ നമ്മൾ വീട്ടിൽ വരണമെങ്കിൽ ചിലപ്പോൾ കപ്പലിലേക്കാണ് വരുന്നത്, ഒത്തിരി ലേറ്റ് ആവും. പിന്നെ ഇവിടെ ഡിബോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. അപ്പൊ അവരിത് പ്ലെയിനേ വരും. അപ്പൊ ഇതിന് ഭയങ്കര കാശ് നമ്മൾ കൊടുക്കണം. എങ്കിലും മലയാളം വായിക്കാൻ താല്പര്യമുള്ള പലരുണ്ട്. അപ്പൊ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഈ കലാകൗമുദി അതും എല്ലാം വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കപ്പലല്ല വരുന്നത്. ഒരു 3 മാസം കഴിഞ്ഞ് നമ്മൾ ആർച്ചൂടെ വായിക്കും. പിന്നെ ഈ കുഞ്ഞുച്ചാൻ പ്രത്യേകിച്ച് അന്ന് ഈ വിഷ്വൽ മീഡിയയോ കാര്യങ്ങളോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമല്ലേ. അതെ. അപ്പം നമ്മൾ കേരള എക്സ്പ്രസ് തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ അവിടെ അഡ്വൈസറിന് ഉപദേശം അനുസരിച്ച് ഷാജി അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നു. അതെല്ലാ ആഴ്ചയിലും അവിടെ നിന്ന് ഇങ്ങോട്ട് DHL വഴി അയക്കുന്നു.
ഡേറ്റ് ചൊല്ലി അയക്കും. ഇതുപോലത്തെ അതെ സെറ്റപ്പ്. അതെ. അതുകൊണ്ട് പേജ് സെറ്റ് ചെയ്ത് DHL വഴി അയക്കുന്നത്. അതെല്ലാം ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ഇവിടെ 2 പേജ്, അതെ, ഇവിടെ ആദ്യം 2 പേജാണ്, ഇത്തരം 2 പേജ്. നമ്മുടെ പ്രാദേശിക ഇവിടെയുള്ള അതിനും മമ്മിയെ ഉപയോഗിക്കും. അതെ, കുഞ്ഞു മലയാളം പഠിച്ചങ്ങ് അത് ടൈപ്പ് ചെയ്യാൻ. എന്തോ ഭാഷ മലയാളമൊക്കെ ചെയ്തതാ. അതെ, അത് മലയാളത്തിൽ നമ്പർ ഇതിന്റെ അകത്ത് കയറ്റിയിട്ട് യാതൊരു ഭയങ്കരമായിട്ടും ഇല്ല. വെബ് പ്രസ് ഇല്ലാതെ അടിക്കാൻ കൊടുക്കും. കാര്യം നമ്മുടെ പ്രസ് പറ്റത്തില്ലായിരുന്നു. പിന്നീട് ആദ്യം നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ ഉണ്ടാക്കിയെങ്കിലും അതിന്റെ ഫോർമാറ്റ് ശരി, നമ്മൾ കട്ട് ചെയ്ത് മേശപ്പുറത്ത് വേണ്ട. അതെ, വൈകുന്നേരത്തി ഞങ്ങള് അതിന്റെ ഫോർമാറ്റ് ശരിയായില്ല. ഭയങ്കര പ്രയാസം. വെബിൽ കൊടുത്തു, എന്നിട്ട് മടക്കി. പക്ഷെ ഈ നാട്ടിലെ മലയാളികളെല്ലാം വന്ന് ഹെൽപ്പ് ചെയ്തു. വലിയവനും ചെറിയവനും ഒക്കെ ഹെൽപ്പ് ചെയ്തു. ഇത് മടക്കാനും പിടിക്കാനും അല്ല. എന്നിട്ട് പിന്നെ ഇത് ഈ ഷിക്കാഗോയുടെ പരിധി വിട്ട് പുറത്തോട്ട് പോയത് എപ്പോഴാ? ആരംഭത്തിൽ തന്നെ വിട്ടു. സംഗതി അപ്പോഴത്തേക്ക് അഡ്രസ്സ് കളക്ട് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഏജൻസി ഉണ്ട്, അപ്പൊ അതെടുത്ത് പ്രോഗ്രാം ഇതിന്റെ ഉണ്ട്, അതൊക്കെ ഞാൻ പഠിച്ചു. എനിക്ക് വലിയ അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നില്ല. ഈ പ്രോഗ്രാം മൊത്തം പഠിച്ചു. ചിക്കാഗോ വിട്ട് വെളിലോട്ട് പോകാനായിട്ട് PCNAC സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ഒരു പ്രൊമോഷണൽ മീറ്റിംഗ് പോലെ ന്യൂയോർക്കിൽ കൊണ്ടുവച്ചു. ന്യൂയോർക്കിലുണ്ടായിരുന്നു. ന്യൂയോർക്ക് AC ഓർച്ചാൻ്റെ ചർച്ചിൽ. പക്ഷേ KP കുര്യനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രൊമോഷണൽ മീറ്റിംഗ് വെച്ചു. അപ്പം നമ്മുടെ സമൂഹത്തിന്റെ ക്രീമായിരിക്കുന്ന സാഹിത്യ പ്രവർത്തനങ്ങളും ഓർച്ചാനൊക്കെ ഇപ്പം ട്രംപിന്റെ സ്റ്റാൻലി അങ്ങനെ ഒത്തിരി പേര് അവിടെ വരുന്നു. അപ്പൊ നമ്മൾ ഈ പത്രത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. പത്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അപ്പൊ എല്ലാവരും അത് അംഗീകരിക്കുക. നമ്മുടെ ജോൺ ഡാനിയൽ ഇവരൊക്കെ പുച്ഛിക്കുകയല്ലായിരുന്നു എല്ലാവരും. ഐ ഡോണ്ട് നോ വൈ. എന്നോടൊന്ന് ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചാൽ പറയാം എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയാം. അത് ചോദിച്ചിട്ടുമില്ല. നമുക്ക് അങ്ങനെ വേറൊരു ഇതില്ല. എല്ലാ സംഭവങ്ങൾക്കും ഒരു ചെറിയ സംഭവമാണ് വല്ലപ്പോഴും വല്ലയിടത്തും ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇതൊരു കോമൺ മീഡിയ ആയിട്ട് മാറി. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പെന്തക്കോസ്തു സമൂഹത്തിന്റെ നോർത്ത് അമേരിക്കയിലെ ഒരു കോമൺ മീഡിയ ആയിട്ട് മാറി. അപ്പൊ മാത്രമല്ലല്ലോ എല്ലാ ക്രിസ്ത്യാനികളെയും അതുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ നമ്മുടെ വാർത്തകളാണ്. ആദ്യഘട്ടത്തിൽ നമ്മുടെ വാർത്തകൾ കൂടുതൽ കേരള എക്സ്പ്രസ് ഓടിക്ക് പൊട്ടുന്ന വാർത്തകൾ കൊടുക്കുന്നു. പിന്നെ നല്ല ആത്മീയ ലേഖനങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരി കൊടുത്തു. ദുരുപദേശം വന്നു, അതിനോട് ഫൈറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടു, ശപിക്കപ്പെട്ടു. ഒത്തിരി ഉണ്ടായി. അയ്യോ, യേശുദാന്റെ ഇറച്ചി നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് നിന്റെ തലമുറ നശിച്ചു പോകും, പുഴുക്ക് വിടാന്ന് പറഞ്ഞു. നമ്മൾ സാരമില്ലെന്ന് പറഞ്ഞു. ഈ അസോസിയേഷന്റെ വാർത്തകളോടാ കളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിലെ ഫൊക്കാന പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളുടെ വാർത്തകളൊക്കെ കിട്ടും. അപ്പൊ അവരെല്ലാം ഇത് അവരുടെ ഒരു മാധ്യമമായിട്ട് എടുത്ത് ഇതിനെ വളർത്തി. ഡോക്ടേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, എനിവേ ഏതായാലും കേരളത്തിൽ നിന്ന് വന്ന് ഒരു മാധ്യമ പശ്ചാത്തലവും ഇല്ലാതെ ഇവിടെ വന്ന് ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രസ് തുടങ്ങി. ആ പ്രസ്സിനെ അമേരിക്കയിലെ തന്നെ വമ്പൻ പ്രസ്സുകളിൽ ഒന്നാക്കി മാറ്റി ഒരു പത്രം തുടങ്ങി. ഒരു പത്രം മുതലാളിയായി ദീർഘവർഷങ്ങൾ വിരാജിച്ച ഒരു വലിയ മനുഷ്യൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അനേകർക്കൊരു പിന്നെ മാതൃക എന്ന് പറയുമ്പം ഈ നമ്മൾ ജീവിതത്തെ നേരിടാൻ അല്ലെങ്കിൽ അതിന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം തരുന്ന അനുഭവങ്ങൾ അച്ഛൻ്റെ അനുഭവങ്ങൾ. ഇത് സീരീസ് ഓഫ് ഇതായിട്ട് അച്ഛൻ്റെ അനുഭവങ്ങൾ പറയേണ്ടത് എനിക്കറിയാം. അച്ഛൻ്റെ ജീവിത കഥ എനിക്കറിയാവുന്നത് കൊണ്ട് പറയാം. അത് സീരീസ് ആയിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യേണ്ട കഥകളുണ്ട് അതിനകത്ത്. ഇതിപ്പോൾ നമ്മൾ ഈ അരമണിക്കൂറിന് ഒരു എപ്പിസോഡിൽ ഇത് ഉൾക്കൊള്ളിക്കുന്നത് വളരെ ചെറിയ ഒരു ഇതായിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഒരു പ്രസ് തുടങ്ങി. ആ പ്രസ് ഒരു വിപുലമായ സംവിധാനമാക്കി മാറ്റി. അമേരിക്കയിലെ തന്നെ ലീഡിംഗ് പ്രസ്സാക്കി മാറ്റി. മാധ്യമം എന്നുള്ള നിലയിൽ അത് ചെയ്തു. ആ മാധ്യമവും ഈ പ്രസ്സും ഇത് മാത്രവുമല്ല, സ്വന്തം നാട്ടിൽ വലിയ ഒരു കൺവെൻഷൻ സെൻറ്റർ എത്ര പേർക്ക് ഇരിക്കാം അവിടെ? 1250 പേർക്ക് ഇരിക്കാവുന്ന AC കൺവെൻഷൻ സെൻറ്റർ ഗംഭീരമായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ ഒരു എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമായിട്ട് ഇപ്പച്ചായൻ ഇവിടുത്തെ ഞങ്ങൾക്കെല്ലാം മാധ്യമ രംഗത്ത് ധാരാളം ആളുകൾ പിന്നീടുണ്ടായി. അവർക്കെല്ലാം ഒരു കുലപതിയായിട്ട് ഇന്നും നിൽക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. പറയുമ്പോഴേ ഒരു വിശ്വാസിയായിട്ട് പറയുമല്ല, ഇതൊന്നും എൻ്റെ കഴിവല്ല.
ദൈവം വഴികളെ ഒരുക്കി തന്നതാണ്. സാറേ, പത്രത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാണ്. നമ്മുടെ ജോസ് കനിയാലിയാണ് ഇതിൽ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ്. ജോസ് കനിയാലിയെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം പത്രത്തിൻ്റെ വളർച്ചയിൽ കാര്യം മറ്റ് സമൂഹത്തിനെ കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ വളരെ ശക്തമായിരുന്നു, വളരെ വിശ്വസ്തത. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ സാർ ഉൾപ്പെടെ നിരവധി മുഖ്യമന്ത്രിമാർ, ആഭ്യന്തരമായിട്ട് രമേശ് ചെന്നിത്തലയാണ് അവസാനമായിട്ട് നമുക്കിവിടെ വന്ന ഗസ്റ്റ് എന്ന് പറയാം. ഒത്തിരി രാഷ്ട്രീയ ഉമ്മൻചാണ്ടി സാർ, മുരളി സാർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ വന്നിട്ടുണ്ട്, രമേശ് അങ്ങനെ പലരും ഇവിടെ വരികയും ഇതിനെ ആശംസിക്കുകയും ഇതിൻ്റെ പുറകിൽ ജോസ് കനിയാലിയുടെ വളരെ സംഭാവനകൾ നമുക്കുണ്ട്. ഇപ്പം അതിൻ്റെ സ്റ്റാൻഡ് എന്നാണ് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം പകുതി വരെ ഇത് നമ്മൾ അച്ചടിച്ച് തന്നെ ജനങ്ങളിൽ എത്തിക്കുമായിരുന്നു. എന്നാൽ അമേരിക്കയിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് തപാൽ പ്രവർത്തനങ്ങൾ വളരെ താറുമാറായിരിക്കും, പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡ്. അത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ചൊവ്വാഴ്ച അയച്ചാൽ തിങ്കളാഴ്ച അയച്ചാൽ ആഴ്ച കഴിഞ്ഞിട്ട് വീടുകളിൽ ഇതെത്തുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ട് നമ്മൾ അയക്കുന്ന പ്രിന്റിങ് നിർത്തിയിട്ട് ഡിജിറ്റൽ കോപ്പി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. ഡിജിറ്റൽ ഫുള്ള്, അതും മിനിറ്റിനിടെ. ഇപ്പം ബൈജു അങ്ങോട്ട് കൊടുത്താൽ ആ നിമിഷം അതെ ഓൺലൈൻ മീഡിയ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു.